അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം. നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത പൂണ്ട് തേജസ്സും മാനവും അക്ഷയതയും അന്വേഷിക്കുന്നവർക്ക് നിത്യജീവനും. പ്രൈസ് ദി ലോർഡ്. ഹായ് സോദരൻ. അതെ, എന്തൊക്കെയുണ്ട്? കേൾക്കുന്നില്ലേ? ഹലോ, കേക്കാം, പറഞ്ഞു. കേൾക്കുമല്ലേ? ഓക്കെ. ഒത്തിരി നാളായിട്ട് ഇങ്ങനെ ഒരു ആഗ്രഹമായിരുന്നു ലൈവിൽ ജോയിൻ ചെയ്യുന്നത്. പിന്നെ എന്റെ സമയത്തിന്റെ എന്താ പറയാ ഡിഫറൻസ് കൊണ്ട് ചേരാൻ പറ്റിയില്ല. ഇന്നത്തെ ടോപ്പിക്ക് ചർച്ചല്ലേ? ചർച്ചിനെ കുറിച്ചല്ലേ? ഞാൻ വായിക്കാം. റോമാലേഖനം 2 അതിന്റെ 7-ാമത്തെ വാക്യം. നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത പൂണ്ട് തേജസ്സും മാനവും അക്ഷയതയും അന്വേഷിക്കുന്നവർക്ക്. അതെ, എന്റെ ഐപാഡ് കണ്ടില്ല, പിള്ളേർ കളിക്കാൻ എടുത്തോണ്ട് പോയതാ. അപ്പൊ അതുകൊണ്ട് എന്റെ കയ്യില് ഇംഗ്ലീഷ് ബൈബിള് സോജം വായിക്കും. ഓക്കെ, ഞാൻ വായിക്കാം. റോമൻസ് 2:7 അല്ലേ അത്? അതെ അതെ. To those who by persistence in doing good seek glory, honor and immortality, he will give eternal life. അപ്പം to those who seek immortality. അപ്പം ഇമ്മോർട്ടാലിറ്റിയെ അന്വേഷിക്കുക. അതെ. അപ്പം ഇതാണ് സ്പിരിച്വാലിറ്റിയുടെ ഒരു പാരാമീറ്റർ. അതെ, കറക്റ്റ്. ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പം ഈസ്റ്റേൺ സ്പിരിച്വാലിറ്റി, പൗരസ്ത്യ ആധ്യാത്മികത. അതെ. അപ്പം അത് പൗരസ്ത്യ മതങ്ങളിൽ, മൗലിക ചിന്തയുള്ള മതങ്ങളിലെല്ലാം തന്നെ ഇമ്മോർട്ടാലിറ്റി സീക്ക് ചെയ്യാം ഉണ്ട്. പിന്നെ അത് നമ്മുടെ ഇപ്പം ഇന്ത്യയിലുള്ള ഹിന്ദുയിസം ആയാലും ശരി, അതുപോലെ ചൈനീസിലുള്ള ചില ഇതുണ്ട് ട്രഡീഷൻസ്, അവരും ഇമ്മോർട്ടാലിറ്റി സീക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇമ്മോർട്ടാലിറ്റി സീക്ക് ചെയ്യുന്നത് എല്ലാ മതങ്ങളിലും. ഇപ്പൊ ഉദാഹരണം ഗ്രീക്ക് ഇതിഹാസങ്ങളിലൊക്കെ ഇമ്മോർട്ടാലിറ്റിയാണ് അതിന്റെ അവർ സീക്ക് ചെയ്ത്. അപ്പം ഇമ്മോർട്ടാലിറ്റി സീക്ക് ചെയ്യുന്നതാണ് മൃത്യോർമാർ അമൃതം ഗമയ. അതെ, അമൃതം ഗമയ. അത് ശരിക്കും പറഞ്ഞാൽ ഈ ആർക്കൊക്കെയാണോ നമ്മള് ഒരു എന്താ പറയാ ഒരു മനുഷ്യൻ എന്ന് പറയുന്ന, ഇല്ലെങ്കിൽ ഒരു ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന ഒരു എന്താ പറയുക ഒരു സംഭവം വെറും ഒരു ഫ്ലഷിൽ തീർന്ന അല്ലെന്നുള്ള ചിന്താഗതിയുള്ള എല്ലാ എന്താ പറയാ മതങ്ങളും അതിനെ തേടുന്നുണ്ട്. കാരണം അവരുടെ ഉള്ളിൽ ദൈവമുണ്ട്, ദൈവം ഉള്ളതുകൊണ്ട്. അതെ, അസതോമാ സദ്ഗമയ, തമസോമാ ജ്യോതിർഗമയ. അപ്പൊ 2 കാര്യമാണ് പറയുന്നത്, സത്യവും വെളിച്ചവും. അപ്പൊ ഈ സത്യവും വെളിച്ചവും എന്ത് കൊണ്ടുവരും? അമർത്യതയെ കൊണ്ടുവരും, ലൈഫിനെ കൊണ്ടുവരും. അതാണ് മൃത്യോർമാർ. ലൈഫ് എന്ന് പറഞ്ഞാൽ ലൈഫ് ആൻഡ് ഇമ്മോർട്ടാലിറ്റി. പൗലോസ് തിമോത്തിയോസ് എഴുതുന്നത് ലൈഫ് ആൻഡ് ഇമ്മോർട്ടാലിറ്റി പറയുന്നുണ്ട്, ജീവനും അക്ഷയതയും. അതാണല്ലോ ഗോസ്പലിന്റെ എന്താ പറയുക ഫണ്ടമെന്റൽ, അല്ലെങ്കിൽ അതാണ് നമ്മുടെ ഗോസ്പലിന്റെ ഹെഡ്ലൈൻ ശരിക്കും പറഞ്ഞ ലൈഫ് ആൻഡ് ഇമ്മോർട്ടാലിറ്റി, ടാഗ് ലൈൻ ഓഫ് ഗോസ്പൽ. അപ്പൊ ലൈഫ് ആൻഡ് ഇമ്മോർട്ടാലിറ്റി എന്നുള്ളതാണ്. അപ്പം ഇവിടെ റോമാലേഖനത്തിൽ പ്രത്യേകം പറയാണ് സീക്ക് ഇമ്മോർട്ടാലിറ്റി. അപ്പൊ ഇമ്മോർട്ടാലിറ്റി അന്വേഷിക്കുക. എനിക്ക് തോന്നുന്നത് നമ്മുടെ ആദ്യകാലത്തെ സഭകളിലെ അപ്പോസ്തലന്മാർ സമയത്തൊക്കെ അവർക്ക് ഈ എന്താ പറയാ ട്രൂ റെവലേഷൻ കിട്ടുന്നുണ്ട്. അവർ ചിലപ്പോൾ ഇതിനെ അവരുടെ ജീവിതം മൊത്തം അവർ ഇതിനെ അന്വേഷിക്കുകയും അതിനെ അവർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പൗലോസിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റും. അത്രയും വലിയ ആൾക്കാർ പുള്ളിയെ കല്ലെറിഞ്ഞ് കൊന്നിട്ടും പുള്ളി മരിച്ചില്ല. പാമ്പ് കടിച്ചിട്ടും പുള്ളി മരിച്ചു. കാരണം അവരൊക്കെ പാർസണലായിട്ട് ഇതിനെ എന്ത് ചെയ്തിരുന്നു, ഡെയിലി അവരുടെ ജീവിതത്തിൽ അവർ എക്സസൈസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവര് അനുവദിച്ച് അവർ മരിച്ചതായിരിക്കും എന്റെ ഒരു ചിന്ത. അല്ലെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ഇതിനെ ഒരു പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നതായിരിക്കും അവർക്ക്. ഇല്ല, അവര് അങ്ങനെ ഈ മനുഷ്യകുലം മുഴുവനായും ഇമ്മോർട്ടാലിറ്റിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് അവരുടെ, അതാണ് ഗോസ്പൽ. അപ്പൊ ഈ ഗോസ്പൽ എന്ന് പറയുമ്പം പലപ്പോഴും പലർക്കും അത് മനസ്സിലാകുന്നില്ല. അപ്പം ഇതാണ് അത്താനാസ്യൂസ് ബാവ പറഞ്ഞത്, നമ്മൾ അവനെ പോലെ ആകേണ്ടതിന് അവൻ നമ്മെ പോലെ. അപ്പൊ അവൻ നമ്മെ പോലെ ഇൻകാർണേഷൻ, ദ വെരി പർപ്പസ് ഓഫ് ഇൻകാർണേഷൻ. അപ്പം എന്താണ് ജഡാവതാരത്തിന്റെ ഉദ്ദേശം?
അതെ, he became humanity without losing the divinity, so that we can achieve the divinity without losing our humanity. അല്ലെ? അവന്റെ ദൈവത്വം നഷ്ടപ്പെടുത്താതെ അവൻ മനുഷ്യനായെങ്കിൽ മനുഷ്യത്വം നമ്മൾ നഷ്ടപ്പെടാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദൈവത്തെ പോലെ അല്ലെങ്കിൽ ഈ എന്താ പറയാ ഡിവൈൻ ലൈഫിന്റെ പാർട്ടേക്കർ ആകാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ റോയൽ ലൈഫിന്റെ പാർട്ടേക്കർ ആകാൻ പറ്റും. അതാണ് പത്രോസ് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നത്, വി ആർ ദ പാർട്ടേക്കേഴ്സ് ഓഫ് ഹിസ് ഡിവൈൻ നേച്ചർ. നാം അവന്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ. അപ്പം അവന്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുക എന്നുള്ളത് നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ബീഡി വലി നിർത്തുക, കള്ളുകൂടി നിർത്തുക, മീശ പഠിക്കുക. അല്ല, അതിനിപ്പം ബൈബിളിന്റെ ആവശ്യമില്ല. കാരണം ഇപ്പൊ നമ്മൾ എല്ലാ എന്താ പറയാ ഏത് മതം ഫോളോ ചെയ്യുന്ന ആൾക്കാരിലും നല്ല എന്താ പറയാ മോറൽ സ്റ്റാൻഡേർഡ്സ് ഉള്ള ആൾക്കാരുണ്ട്. അപ്പൊ ഇതൊരു മോറൽ കോഡിങ് അല്ലെങ്കിൽ അതിനെന്താ പറയുന്നേ, അതെ, ബിഹേവിയർ മോഡിഫിക്കേഷൻ, ഇതൊക്കെയാണ് മാറ്റം. ഗോസ്പൽ ഈസ് നോട്ട് ജസ്റ്റ് ബിഹേവിയർ മോഡിഫിക്കേഷൻ. ബിഹേവിയർ മോഡിഫിക്കേഷൻ അല്ല പ്രിറ്റൻഡിങ് ആസ് ഇഫ് സമ്മൺ എന്നുള്ള നമ്മൾ അങ്ങനെ അതായിട്ട് അഭിനയിക്കുന്ന അതല്ല, ആക്ച്വലി ഇമ്മോർട്ടാലിറ്റി. ഞാൻ ശരിക്കും പറയാം ഈ ഒരു അഭിനയം വെസ്റ്റേൺ ചർച്ചിന്റെ അകത്ത് കൂടിക്കൊണ്ടാണ് ഇന്നിപ്പം യൂറോപ്യൻ വിശ്വാസികളെ നമ്മൾ അന്വേഷിക്കണം എവിടെ ക്രിസ്ത്യാനിറ്റി ഉണ്ടോ എന്നുള്ളത്. കാരണം എന്താ, ട്രൂ ഗോസ്പൽ അല്ല പ്രീച്ച് ചെയ്യപ്പെട്ടെ. ഇപ്പൊ അതേ ദുരന്തത്തിന്റെ വക്കിലാണ് കേരളത്തില് മലയാളി ക്രൈസ്തവരുടെ ഇടയിൽ ക്യാൻസർ പോലെ ഈ വെസ്റ്റേൺ ഗോസ്പൽ വന്ന് ചർച്ച് ബോഡിയെ കേരളത്തിലെ ഈവൻ സാധാരണ മലയാളികളുടെ മനസ്സിൽ പോലും എന്താണ് ക്രിസ്ത്യാനിറ്റി എന്ന് ചോദിച്ചാൽ അവർക്കും ട്രൂ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ട്രൂ ക്രിസ്ത്യൻ മെസ്സേജ് അല്ല കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് അവരാ തെറ്റായ ക്രിസ്തീയ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ക്രിസ്ത്യാനിറ്റിയെ വിലയിരുത്തുന്നത്, ഈവൻ ഹൈന്ദവർ പോലും. അതെ, കാരണം എസ്പെഷ്യലി കഴിഞ്ഞ 100 വർഷങ്ങളിൽ നമ്മുടെ ഇന്ത്യ അല്ലെങ്കിൽ ഈ എന്താ പറയാ വേൾഡ് മൊത്തം കേട്ട ഗോസ്പലിന്റെ ഇമ്പാക്ട് ഇന്നിപ്പം ക്രിസ്ത്യാനിറ്റിയുടെ എന്താ പറയാ അകത്ത് അതിങ്ങനെ വലിയൊരു എന്താ ക്യാൻസർ ആയിട്ട് ഇപ്പം പുറത്തു വന്ന് നിൽക്കുക. ഇതിന്റെ അകത്ത് എന്താ പറയാ രണ്ട് കാര്യം സംഭവിക്കാം. ഒന്നെങ്കിൽ ഇവരെന്ത് ഏത്തിസ്റ്റ് ആയിട്ട് കുറച്ചുപേർ പോകും, അല്ല എന്താ പറയുക ദൈവത്തെ അറിയണമെന്ന് ആഗ്രഹമുള്ളവർ എന്ത് ചെയ്യും, ഇപ്പോഴായിട്ട് വന്നിട്ട് ദൈവം സ്നേഹം എന്നുള്ള ആ യഥാർത്ഥ ചിന്തയിലോട്ട് ആൾക്കാർ മാറാൻ തുടങ്ങും. എന്റെ ഒരു വീക്ഷണത്തിൽ ഞാൻ സംസാരിച്ച ആൾക്കാരും, കാരണം ഞാനൊരു 6 മാസം മുമ്പൊക്കെ ഇങ്ങനെയുള്ള പോസ്റ്റൊക്കെ നമ്മൾ ഇടുമ്പോഴത്തേക്ക് ദൈവം എന്തോ സ്നേഹാന്നും നരകത്തിന്റെ അണ്ടർസ്റ്റാൻഡിങ് തെറ്റാന്ന് ഇടുമ്പോൾ ഒത്തിരി പേര് എന്ത് ചെയ്തു നമുക്കെതിരെ എന്താ പറയാ പോസ്റ്റ് ഇടി ആർഗ്യൂ ചെയ്തു. പക്ഷെ ഇന്ന് അതേ ആൾക്കാരൻ എന്നോടൊന്ന് പറയുന്നുണ്ട്, കാരണം എനിക്ക് ഒത്തിരി പേര് നിങ്ങളുടെ ലൈവ് കാണുന്നതുകൊണ്ടാണ് അവർക്കെല്ലാം ഭയങ്കര ഇമ്പാക്ട് ആവട്ടെ. അതൊരു വലിയൊരു സംഭവമാണ്. കാരണം നിങ്ങളുടെ ലൈവിന്റെ അകത്ത് ഇത്രയും ട്രൂത്ത് എവരിഡേ നിങ്ങൾ എന്ത് ചെയ്യുക, റിലീസ് ചെയ്യുക. ഇതൊക്കെ സാധാരണ ഇപ്പം ഭഗവത്ഗീതക്കകത്ത് ഈ 13ാം അധ്യായത്തില് ഭഗവാൻ കൃഷ്ണൻ പറയുന്നുണ്ട്, ധ്യാനേനാത്മനി പശ്യന്തി കേചിതാത്മാനമാത്മന അന്യ സാഖ്യേന യോഗേന കർമ്മയോഗേന ചാപരെ. അപ്പം ആ ഭാഗത്ത് ഈ കൃഷ്ണൻ അർജുനനോട് പറയുന്നത് ഇത് 4 രീതിയിൽ പ്രാപിക്കാം. ചിലര് ധ്യാനം കൊണ്ട് പ്രാപിക്കും, അപ്പൊ ബുദ്ധിയിൽ ആത്മാവിന്റെ അന്ധകരണത്തിൽ ഇതിനെ കണ്ടെത്തും. വേറെ ചിലര് ജ്ഞാനയോഗം കൊണ്ടും, വേറെ ചിലര് കർമ്മയോഗം കൊണ്ടും. കർമ്മയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മണ്യവാധികാരത്തെ ആ ഫലേഷു കഥാചൻ എന്നാ ഫലം ഇച്ഛിക്കാതെ നിഷ്കാമ കർമ്മത്തിലൂടെ ഇതിനെ പ്രാപിക്കാൻ പറ്റും. എന്നാൽ 4മതൊരു കൂട്ടർ, ഈ 3 കാറ്റഗറിയിൽ വീഴാതെ 4മതൊരു കൂട്ടർ എന്ത് ചെയ്യും, അവരെ പറ്റി പറഞ്ഞിരിക്കുന്നത് അന്യത്വേ അജാനന്ദ ശ്രുദ്ധ്യാന്യേവ ഉപാസത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കേൾവിയിലൂടെ മറ്റാളുകൾ പറയുന്നത് കേട്ടിട്ട്. ഈ പൗലോസ് പറയുന്നുണ്ട് വിശ്വാസം കേൾവിയാൽ വരുമെന്ന്. അപ്പം അവര് പറയാണ് ഇപ്പം ഏവം അജാനന്ദ അന്യേപഹ സുത്വ ഉപാസതേ. അപ്പൊ ശ്രുതി പാരായണാഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദാന്ത പാരായണത്തിൽ, വേദാന്ത ശ്രവണത്തിൽ താല്പര്യമുള്ളവർ വേദാന്ത ശ്രവണത്താൽ ബോധവാന്മാരാകും. അപ്പം അവരാ ജ്ഞാനത്തെ പ്രാപിച്ചിട്ട് അടുത്ത എന്നാ പറയുന്നത്, അവരും മരണത്തെ അതിജീവിക്കുക തന്നെ ചെയ്യും. അപ്പം ഇവിടെ പറയുന്നത് ജ്ഞാനത്താൽ മരണത്തെ അതിജീവിക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ ആരും മരണത്തെ അതിജീവിച്ചില്ല. അപ്പൊ ഈ ഭഗവത്ഗീതയിൽ അങ്ങനെ പറയുന്നുണ്ട്, ജ്ഞാനത്താൽ ഈ മരണത്തെ അതിജീവിക്കാൻ. അപ്പൊ ഏത് ജ്ഞാനമാണ്?
കറക്റ്റ്. അതാണ് അതിന്റെ ഏറ്റവും വലിയ സിഗ്നിഫിക്കൻസ്. കാരണം ഈ ജ്ഞാനത്തെ നമ്മൾ എങ്ങനെയാണ് നമ്മള് ഡിഫൈൻ ചെയ്യുന്നത്? അപ്പൊ ദൈവജ്ഞാനമായ ക്രിസ്തു, കൊലാസിലേറ്റ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്. അപ്പം അതെ, the wisdom of God. He is the wisdom of God for us. അല്ലേ? അപ്പൊ സോഫിയ ഓഫ് ഗോഡ്, സോഫിയ. അതെ, സോഫിയ എന്ന് പറഞ്ഞാൽ ഞാനാന്ന. അപ്പൊ സോഫിയ എന്ന് പേരുള്ളവരൊക്കെ മനസ്സിലാക്കുക ക്രിസ്തു എന്നാണ് അതിന്റെ അർത്ഥം. പിന്നെ സോഫിയ എന്നുള്ള പേരൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക ക്രിസ്തു എന്നാണ്. അപ്പം ഈ സോഫിയ പറഞ്ഞ എങ്ങനെയാണ്? അപ്പൊ അതിലൂടെ ഈ കോൺഷ്യസ് അവയർനെസ്സിലേക്ക് വരികയാണ്. അപ്പൊ ഈ കോൺഷ്യസ് അവയർനെസ്സിലൂടെ സംഭവിക്കാൻ പോകുന്നത് ഇമ്മോർട്ടാലിറ്റി അച്ചീവ് ചെയ്യാം. കറക്റ്റാ. കാരണം പർപ്പസ് ഓഫ് ചർച്ച് എന്നുള്ള നമ്മള് ഡിസ്കസ് ചെയ്തു നമ്മുടെ ടോപ്പിക്ക്. അപ്പൊ ഈ ചർച്ചിന്റെ പർപ്പസ് എന്താണ് എന്നുള്ളതാണ് ഒത്തിരി പേർക്ക് അറിയത്തില്ല. ഇപ്പം നമ്മുടെ ഈ മെസ്സേജുകൾ കേൾക്കുന്നവർ ഒരുപാട് പേരെന്നോട് ചോദിച്ചാണ്, അപ്പൊ എന്തിനാണ് ചർച്ച്? ഇത് വെറുതെ ചുമ്മാ പോയി അല്ലെ, സൺഡേ പോയി ചുമ്മാ അവിടെ പോയി അല്ലെ പാട്ട് പാടുകയും കൈയടിക്കാനുള്ള സംഭവമാണോ, അതോ അല്ലെ അതിനേക്കാളും വലിയൊരു എന്താ പറയാ സിഗ്നിഫിക്കൻസ് ഉണ്ടോ ഈ ചർച്ചിന്? എയറോബിക് സെന്റർ ആണ്. അങ്ങനെ വേണല്ലോ. എയറോബിക്സ് ഇല്ലേ? എയറോബിക്സ് അറിയോ? പാട്ടിന്റെ താളത്തിൽ എക്സസൈസ് ചെയ്യുന്ന സംഭവം. പെന്തക്കോസ്റ്റൽ ചർച്ചുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയറോബിക് സെന്ററുകൾ. അതെ, ജീസസ് ബ്രാഞ്ച് എയറോബിക് സെന്റർ. അപ്പൊ അങ്ങനെ മാറിയിരിക്കുകയാണ്. എക്സർസൈസ് ചെയ്യുക, പാട്ട് വെച്ചുകൊണ്ട് എക്സർസൈസ് ചെയ്യുക. അപ്പൊ അതല്ല ചർച്ച എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പം അവിടേക്ക് നമുക്ക് നോക്കാം. നമുക്ക് യെശയ്യാപ്രവചനം 11 പോവാം അല്ലെ? അതെ, അവിടെയാണല്ലോ അതിന്റെ ഒരു മെയിൻ ഒരു തീം. അപ്പൊ അവിടെ പറയാം, നീതി അവന്റെ നടുക്കെട്ടും വിശ്വസ്തത അവന്റെ അരക്കച്ചയുമായിരിക്കും. ചെന്നായി കുഞ്ഞാടിനോടുകൂടെ പാർക്കും, പുള്ളിപ്പുലി കോലാട്ടുകുട്ടിയോടുകൂടെ കിടക്കും. പശുക്കിടാവും ബാലസിംഹവും തടിപ്പിച്ച മൃഗവും ഒരുമിച്ച് പാർക്കും. ഒരു ചെറിയ കുട്ടി അവയെ നടത്തും, പശു കരടിയോടുകൂടെ മേയും. അവയുടെ കുട്ടികൾ ഒരുമിച്ച് കിടക്കും. സിംഹം കാള എന്ന പോലെ വൈക്കോൽ തിന്നും. മുലകുടിക്കുന്ന ശിശു സർപ്പത്തിന്റെ പോതുങ്കൽ കളിക്കും. മുലുകുടി മാറിയ പൈതൽ അണലിയുടെ പൊത്തിൽ കൈയിടും. സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് പൂർണ്ണമായിരിക്കയാൽ എന്റെ വിശുദ്ധ പർവ്വതത്തിൽ എങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല. അതൊരു ഭയങ്കര ഒരു അന്നാളിൽ എന്റെ കൺക്ലൂഷൻ കൂടിയാണ്. അന്നാളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വാക്യമാണ് അന്നാളിൽ. ഞാൻ ചിലപ്പോ എടുത്ത് വായിക്കാം. അന്നാളിൽ നിങ്ങളെല്ലാം എടുക്കണം. യെശയ്യാ പ്രവചനം എടുത്തിട്ട് അതിന്റെ 11-ാം അധ്യായം എടുത്തിട്ട് അതിന്റെ 11-ാം വാക്യം എടുക്കണം. യെശയ്യാവ് 11:11 മറക്കരുത്. 11:11. എനിക്ക് ഇംഗ്ലീഷിൽ അത് 11:10 ഇംഗ്ലീഷ് ആയിരിക്കും. നമ്മള് സത്യവേദപുസ്തകത്തിന്റെ ആളുകളാണല്ലോ. ഇതല്ലാതെ വള്ളിയും പുള്ളിയും മാറത്തില്ലെന്നാ പറയുന്നത്. അപ്പൊ യെശയ്യാവ് 11:11 അപ്പം അന്നാളിൽ കർത്താവ് തന്റെ ജനത്തിൽ ശേഷിച്ചിരിക്കുന്ന 10 ഇതിനകത്ത് 10. എനിക്ക് കണ്ണാടി ഇല്ലാത്തതുകൊണ്ട് മാറിപ്പോയത്. 10 തന്നെയാണ്. സോറി, യെശയ്യാ 11:10. 11:10. സോറി, 11:10. അന്നാളിൽ വംശങ്ങൾക്ക് കൊടിയായി നിൽക്കുന്ന ഈശായി വേരായവനെ ജാതികൾ അന്വേഷിച്ചു വരും. അതാണ് കീ. അന്വേഷിച്ചു വരും. നീ ഇതുമായിട്ട് അങ്ങോട്ട് പോകണ്ട. അവരുടെ വീട്ടിൽ ചെന്ന് ശല്യം ഉണ്ടാക്കി അവര് പിടിച്ചിറക്കി വിട്ടു. ആവശ്യമില്ല. ആ സമയത്ത് നീ വല്ല പാവലും കുഴിച്ചു വെക്ക്. ജാതികളെ അന്വേഷിച്ചു വരും. അന്നാളിൽ വംശങ്ങൾക്ക് കൊടിയായി നിൽക്കുന്ന ഈശായി വേരായവനെ ജാതികൾ അന്വേഷിച്ചു വരും. ഇപ്പൊ ഈ കണ്ണൂര് ഒരു ചെടിയുണ്ട്, ഒരുത്തം വിൽക്കുന്നതാണ് അവിടെ. ഈ ഷുഗറിന്റെ മരുന്നാന്ന് പറഞ്ഞു. ഏതെല്ലാം സ്ഥലത്തിൽ നിന്ന് ആളുകൾ അവിടെ ഇത് അന്വേഷിച്ചു. അതുപോലെ ഈ കർണാടകയിൽ എങ്ങാണ്ട് ഒരു കുഗ്രാമത്തിൽ ഒരു ചെടി ആണ്ട് ഈ ക്യാൻസറിന് മരുന്നാന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. വെളുപ്പിനെ 3 മണിക്കോ തൊട്ടാണ്. ആന്ധ്രയിൽ മീനുണ്ട്. മീനുണ്ട്. ഇതൊന്നും എഫക്റ്റീവ് ആണെന്ന് തെളിഞ്ഞിട്ടൊന്നുമില്ല. ഇതൊന്നും ആർക്കും ആസ്മ മാറിയവരെ ഞാൻ കണ്ടിട്ടില്ല, ക്യാൻസർ മാറിയവരെ കണ്ടിട്ടില്ല, ഷുഗർ മാറിയവരെ ഒന്നും കണ്ടിട്ടില്ല. പക്ഷെ ഇവിടെ എല്ലാ ആളുകൾ പോകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിന്റെ ഈ മുഴുത്ത സൂചിച്ചായിട്ട് നീ വഴിയെ നീളെ നടന്നിട്ടും ആർക്കും ഒരു താല്പര്യമില്ല.
നീ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ആളുകൾ ഓടിക്കുക, ഇനിയിപ്പോ കൂടുതലായിട്ട് നിന്നെ തല്ലി ഓടിക്കാൻ തുടങ്ങുക. കാരണം എന്നാന്നറിയോ, നിന്റെ കയ്യിൽ സാധനമില്ല. സുവിശേഷ പീഡനം എന്ന് പറയുന്നത് ബോഷ്കാണ്. കാരണം എന്നാന്നറിയോ, ഇഫ് യു ക്യാരി ട്രൂ ഗോസ്പൽ നിന്നെ ആരും പീഡിപ്പിക്കത്തില്ല. കാരണം അവർക്കിത് കേൾക്കുമ്പം ദൈവം ഇത്രയും നല്ലവനാണെന്ന് തോന്നുമ്പോ, കാരണം എന്താ പറയാ, എനിക്കിത് ഇതായിട്ടുണ്ട്, എന്താ പറയാ, എക്സ്പീരിയൻസ് ആയിട്ടുണ്ട്. ഞാൻ ഓഫീസിൽ കഴിഞ്ഞ ക്രിസ്മസിന് ഒരു 10-20 സ്റ്റാഫിനെ ഞാൻ വിളിച്ചിട്ട്, ആദ്യം മുസ്ലിം ഉണ്ട്, ഹിന്ദുസ് ഉണ്ട്, ക്രിസ്ത്യൻസ് വളരെ കുറവായിരുന്നു. അപ്പൊ ഞാൻ ഈ ട്രൂത്ത് പറഞ്ഞപ്പോഴത്തേക്കും ദൈവത്തെ അവർക്ക് അങ്ങ് എന്താ പറയുക വലിയൊരു സന്തോഷം. കാരണം ദൈവം ഇത്രയും നല്ലവനാണോ? കാരണം മതം പറഞ്ഞപ്പുറേ ഞാനൊരു കാര്യം പറയാം. ഈ അമേരിക്കയിൽ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഒരു മെയിൽ നേഴ്സ് നമ്മുടെ ലൈവ് പതിവായിട്ട് കാണുന്ന പെന്തക്കോസ്റ്റ് ബിലീവർ. അപ്പൊ പുള്ളി എന്ത് ചെയ്തു, ഈ എന്റെ ഈ ലൈവുകൾ കണ്ട് പുള്ളി ഗ്ലോറിയസ് ഗോസ്പലിലേക്ക് മാറി. അപ്പൊ പുള്ളിയുടെ പിന്നെ ഫ്ലോറിൽ ആർക്കും ഇഷ്ടമില്ല. കാരണം പുള്ളി എപ്പോഴും പോയി സുവിശേഷം പറയുന്നുണ്ട്, എല്ലാവരും പുള്ളിക്ക് ശത്രുക്കളാണ്. പുള്ളി കഴിഞ്ഞ മാസം പോയി ഈ ഗ്ലോറിയസ് ഗോസ്പൽ അവരോട് പറഞ്ഞു. ഗ്ലോറിയസ് ഗോസ്പൽ അവരോട് പറഞ്ഞു പറഞ്ഞാൽ അവരുടെ എല്ലാം മുഖം തെളിഞ്ഞു. എന്നിട്ട് ഇപ്പൊ അവരെന്ത് ചെയ്തു, ആക്ച്വലി സംഭവിച്ചെന്നാന്നറിയോ, സംഭവിച്ചെന്നു വെച്ചാൽ അവരെല്ലാം ഭയങ്കരമായിട്ട് അവര് ഭയങ്കര സന്തോഷിച്ചിട്ട് അവര് കേക്കത്തില്ല. അപ്പൊ അവര് അങ്ങനെ ഈ ഭയങ്കരമായിട്ട് സന്തോഷിച്ചു. എന്നിട്ട് അവര് ഫ്ലോറിൽ 20ഓളം ജോലിക്കാരുണ്ട്. ഈ 20ഓളം ജോലിക്കാര് ഒരുമിച്ച് കൂടിയിട്ട് എന്നെ വീഡിയോ കോൾ വിളിച്ചു. വീഡിയോ കോള്. കാരണം അവര് ഡോക്ടറിന് പറയാണ്, ഈ പുള്ളിയെ കൊണ്ട് മഹാശല്യായിരുന്നു ഈ കഴിഞ്ഞ മാസം വരെ. ഇപ്പൊ പുള്ളി നൗ ഹി മേക്ക് സെൻസ്. സായിപ്പ് പറയാണ്, കാരണം ഇപ്പൊ പുള്ളി പറയുന്നത് ഒരു മനസ്സിലാവുന്നുണ്ടെന്ന്. മറ്റേ ലോജിക് ഉണ്ട്. അപ്പം ഞങ്ങളുടെ സ്റ്റാഫിന് സുബോധം കൊടുത്തതിന് താങ്ക് യു എന്നൊക്കെ എന്നോട് പറഞ്ഞു. ഇതാണ് ഞാൻ പറയാം, പല ഓഫീസുകളിൽ ഇപ്പൊ IT കമ്പനി ആയാലും ശരി, പലയിടത്തും ഞാൻ എന്റെ അറിവില് ഈ എസ്പെഷ്യലി ബോൺ അഗെയിൻ ക്രിസ്ത്യൻസ് എന്ന് പറയുന്ന ആൾക്കാർക്ക് ഭയങ്കര പെരുദോഷമാണ്. കാരണം ഇവർക്ക് ആരോടും മിക്സ് ചെയ്യാൻ പറ്റത്തില്ല. ഇവരുടെ വായിൽ എപ്പോഴും പറയുന്ന ശാപവാക്കുകളാണ്. എടാ നീ വിശ്വസിച്ചില്ല, നീ അവർ പറഞ്ഞെപ്പോഴൊന്നോ, നീ ഒന്നെങ്കിൽ ഇവിടെ പോകും, നരകത്തിൽ പോകും, ഇല്ലെങ്കിൽ നീ എന്തുവാ, നീ പോകുന്ന വഴി നിനക്ക് സംഭവിക്കും. അങ്ങനെ എന്ത് ചെയ്യാം, ഭയങ്കര ഭീതി ഉണ്ടാക്കിയിട്ട് ഇവരെ ഒരു എന്താ പറയാ ഒരു സൈക്കോളജിക്കൽ രീതിയിൽ ഇവരെ അങ്ങ് മാറ്റുക. എന്നിട്ട് ആൾക്കാർ ഇവരെ കാണുമ്പോൾ ഓടും. ഇവരടുത്ത് എന്താ പറയാ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ക്രിസ്മസ് വിളിക്കാൻ വെച്ചോ, ഇവരെ എല്ലാരും വിളിക്കും. എന്നിട്ട് ചെയ്യും, അവിടെ വെച്ച് പറയും, നീ ഇവിടെ വിശ്വസിക്കുന്ന ആരൊക്കെ ഉണ്ട്, ഇല്ലെങ്കിൽ നീ നരകത്തിൽ പോകും. അതുകൊണ്ട് ആരും അവൻ ക്രിസ്മസ് പോകത്തില്ല. അറിയത്തില്ലേ കോപ്പ് സുവിശേഷം? അറിയത്തില്ല എന്നാണ് ഞാൻ കേട്ടായിരുന്നല്ലോ, പറഞ്ഞതല്ലേ, ഞാൻ മറന്നുപോയി. കൊതിപ്പിക്കുക. നീ ഞങ്ങളോട് വന്നാൽ നിനക്ക് ദൈവം അത് തരും, നിനക്ക് ദൈവം ഇത് തരും, ദൈവം നിന്നെ വാലല്ല തലയാക്കും, അത് തരും, ഇത് ഇങ്ങനെയുള്ള കൊതിപ്പീര്. പിന്നെ അടുത്ത സ്റ്റെപ്പ് പേടിപ്പീര്. അതാ ഈ കോപ്പേ എന്ന് പറയുന്നത്. കോപ്പേ അല്ല, പക്ഷെ ഈ കൊതിപ്പീരൊക്കെ ഇപ്പൊ എനിക്ക് തോന്നുന്നു അതൊന്നും വർക്കൗട്ട് ആവുന്നില്ല. കാരണം നല്ല പൈസയും നല്ല ജോലിയും ഉള്ള ആൾക്കാരെ ഇപ്പം ഞാൻ പറഞ്ഞത് കാണുന്ന ആൾക്കാരൊക്കെ അല്ല. ആരും ഇപ്പൊ പഴയ പോലത്തെ ഈ സോപ്പോ ഇല്ലെങ്കിൽ അരിയോ കൊടുത്ത് മാറണമെന്ന് ഇന്ത്യയിലൊന്നും ആൾക്കാരെ കിട്ടത്തില്ല. സൂപ്പ് സാൽവേഷൻ. അതെ. അപ്പൊ ഇതൊക്കെ സായിപ്പ് പണ്ട് സൂചിക്കോതമ്പ് കൊടുത്ത് കുറെ പേരെ മാറ്റി. അങ്ങനെയുള്ളവർ ഇപ്പോഴും ഈ ശല്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ സൂചിക്കോതമ്പ് മേടിച്ചിട്ട് മാറിയവന്മാരുടെ മക്കളുമാണ് ഈ ശല്യം ഉണ്ടായിക്കൊണ്ട് നടക്കുന്നത്. വഴി സൈഡിലെല്ലാം നിന്ന് നെഞ്ചത്തടിച്ച് പാടുകയാണ്, നിന്നെ നരകത്തിൽ വിടും, പിന്നെ നീ ബീഡി വലിക്കരുത്, നീ നല്ല ഉടുപ്പിടരുത്, അസൂയയുടെ ഒരു ഇതാണ്. അപ്പൊ അത് വിട്ടിട്ട് നമ്മൾ ട്രൂ ഗോസ്പൽ പറഞ്ഞ ഇനിയിപ്പോ ഇത് കേട്ട ആളുകൾക്ക് ചില കൗണ്ടർ കൊണ്ടുവരും. അങ്ങനെയാണ് അപ്പോസ്തലന്മാർക്ക് പീഡനം വന്നു. ഇപ്പൊ ട്രൂ ഗോസ്പലും കൊണ്ട് വേണം പീഡനം ഉണ്ടാകത്തില്ലെന്ന് പറയുന്നു. അപ്പോസ്തലന്മാരെ പീഡിപ്പിച്ചു, അവരെ പീഡിപ്പിച്ചു, ഇവരെ അതായത് നമ്മൾ പിന്നെ അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോൾ ജാതികൾ സന്തോഷത്തോടെ ദൈവവചനം കൈക്കൊണ്ടു എന്ന് എഴുതിയിരിക്കുന്നു. വെരി ട്രൂ. കാരണം അതിന് അഗേൻസ്റ്റ് ആയത് മതമായിരുന്നു, അല്ലാതെ ഒരിക്കലും എന്താ പറയാ മനുഷ്യവർഗം അല്ലായിരുന്നു. മതത്തിന്റെ അടിമത്തത്തിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ് അതിന് എന്താ പറയാ എഗെയിൻസ്റ്റ് ആയത്. അപ്പോസ്തലന്മാരുടെ പുറകെ യഹൂദന്മാര് പോയിട്ട് അതാത് സ്ഥലത്തെ ആളുകളെ ഇളക്കി ഇവരെ ഉപദ്രവിപ്പിച്ച അപ്പൊ ഈ പറഞ്ഞ ഈ ഹൈദരാബാദിലെ മത്തിയും കർണാടകയിലെ വേരും കണ്ണൂരെ തൊലിയും നോക്കി ആയിരങ്ങൾ ചെല്ലുന്നുണ്ടെങ്കിൽ എന്റെ പൊന്നു സഹോദര, നിന്റെ കയ്യിൽ ഒറിജിനൽ സാധനം ഉണ്ടെങ്കിൽ ആളുകൾ നിന്റെ പുറകെ വരും. അത് കാരണം പ്രവചനം അന്നാളിൽ ഒരു യഹൂദന്റെ വസ്ത്രാഗ്രം പിടിച്ച് 10 പേര്
10 പേര് വരും, ദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന് ഞങ്ങൾ കേട്ടിരിക്കുന്നു, ഞങ്ങൾ നിന്റെ കൂടെ പോരുന്നു. അപ്പൊ ഇതാണ് അതിന്റെ സംഭവം. അതുകൊണ്ട് ഇവിടെ നമ്മൾ പറയാം, അന്നാളിൽ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക്, അന്നാളിൽ വംശങ്ങൾക്ക് കൊടിയായി നിൽക്കുന്ന ഈശായി പേരായവരെ ജാതികൾ അന്വേഷിച്ചു വരും. അവന്റെ വിശ്രാമ സ്ഥലം മഹത്വമുള്ളതായിരിക്കും. അത് ഒരു ഭയങ്കര പോയിന്റ് ആ സംഭവം. ആ മഹത്വം എവിടുന്നാ വരുന്നത്? ഇമ്മോർട്ടാലിറ്റിയിൽ നിന്ന്. വരുന്നത്. അതെ, കാരണം യഥാർത്ഥ റെസ്റ്റ് എന്ന് പറഞ്ഞാൽ അതാണല്ലോ. യഥാർത്ഥ റെസ്റ്റ് എന്ന് പറഞ്ഞാല് നമ്മള് ഈ കറപ്ഷനും മോർട്ടാലിറ്റിയും വിട്ട് ഇമ്മോർട്ടാലിറ്റി നമ്മൾ പ്രവേശിക്കുന്നതാണ് യഥാർത്ഥ എന്താ പറയാ നമ്മുടെ റെസ്റ്റ് എന്ന് പറഞ്ഞാൽ. അതൊരിക്കലും നമ്മൾ ശരിക്കും പറഞ്ഞാൽ എന്താ പറയാ യഥാർത്ഥ റെസ്റ്റിലോട്ട് നമ്മൾ എൻ്റർ ആകുന്നില്ല. അതെ, എനിക്കൊന്ന് അതെ പറഞ്ഞു അല്ല, ഞാൻ പറയാം ഇതിനെ കുറിച്ച് നമ്മുടെ ഇപ്പം ജെറമ്യ പിന്നെ ഇതിനെ കുറിച്ച് വേറെ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ജെറമ്യ 31 ഇതേ ഒരു അത് 34. അതെ ഇനി 33, 34 ചേർത്ത് വായിക്കുമ്പോ രണ്ടോട് വായിക്കാൻ എനിക്ക് ഇച്ചിരി നല്ലത്. ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു: ഞാൻ എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. അപ്പൊ ഇവിടെ ഈ ആരെങ്കിലും ഒരു കമന്റ് ഇട്ടാൽ നല്ലായിരുന്നു, കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന്. കാരണം ചിലർ കേൾക്കാൻ പറ്റുന്നില്ലെന്ന് പറയുന്നു. തോമസ് പുന്നൂസ്, can you hear us? കേൾക്കാൻ പറ്റുന്നുണ്ടോ? അപ്പൊ നമ്മള് 33-ാം വാക്യം, എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന കേൾക്കാം. താങ്ക് യു ലിജു. ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാണ്: ഞാൻ എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. അപ്പൊ അത് ചെയ്യുന്ന ആരാ? ഞാൻ ഉള്ളിലാക്കും. കാരണം ഇവിടെ ഇതൊന്നും സംഭവിക്കുന്ന ഒരു മനുഷ്യന്റെ പ്രവൃത്തി കൊണ്ടൊന്നും അല്ല. അപ്പൊ ഇത് കേക്ക് പറഞ്ഞു. അപ്പൊ പ്രമാണം, ഈ സാധനം കണ്ടോ? ഇതാണ് പ്രമാണം. പ്രമാണം വിട്ട് കളിയിൽ. അപ്പൊ ഇതാണ് ചില ആളുകൾ പൊക്കി പിടിക്കുന്നത്. എന്റെ പൊന്നു സഹോദരങ്ങളെ, ഈ പുസ്തകത്തെ പറ്റി അല്ല പറയുന്നത്. ഞാൻ എന്റെ ന്യായപ്രമാണം, അത് നോട്ട് ബൈബിൾ, ദൈവത്തിന്റെ പ്രമാണം. ആ പ്രമാണം ഏതാണെന്നറിയോ? ജീവന്റെ പ്രമാണമാണ്. അതെ, അത് ജീവന്റെ പ്രമാണമാണ്, അത് സ്നേഹത്തിന്റെ പ്രമാണമാണ്, അത് ആത്മാവിന്റെ പ്രമാണമാണ്. കാരണം ഇതെല്ലാം ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ആ പിന്നെ ലൈറ്റ്, ലൈഫ്, ലവ് 3 L-ആണ്. അതെ, 3 L's of God. 3 L ഉള്ളവനാണ് ക്രിസ്ത്യാനി. മനസ്സിലായോ? അപ്പൊ നിനക്ക് 3 L വേണം. 3 L വേണം. അപ്പൊ ലൈറ്റ്, ലൈഫ്, ലവ്. അപ്പൊ ഇത് 3. അപ്പം വെളിച്ചത്തിന്റെ പ്രമാണം, ജീവന്റെ പ്രമാണം, സ്നേഹത്തിന്റെ പ്രമാണം. ഈ പ്രമാണം ദൈവം നമ്മുടെ ഉള്ളിൽ എഴുതും. നോട്ട് ഓൺ എ പേപ്പർ, നോട്ട് ഓൺ എനി അയൺ ടാബ്ലറ്റ്, നോട്ട് ഓൺ എ സ്റ്റോൺ. It is on our heart. അതാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. നിങ്ങൾ ഹൃദയങ്ങളിൽ എഴുതപ്പെട്ട ക്രിസ്തുവിന്റെ പത്രമാണ് നിങ്ങൾ. കൊരിന്ത്യലേഖനത്തിൽ പറയുന്നത്. കൊരിന്ത്യലേഖനത്തിൽ ഇത് അതെ കേൾക്കുന്നില്ലേ? കേൾക്കല്ലോ. പറഞ്ഞോ. ഇന്നിപ്പം പക്ഷേ ഇത് വരുമ്പോഴേ എല്ലാവർക്കും ഒരു ചോദ്യമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ദൈവം അങ്ങനെ ഒന്ന് നമ്മുടെ ഉള്ളിൽ എഴുതിയിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ദൈവം എനിക്ക് പറഞ്ഞു ഇനി അവരിൽ ആരും തന്റെ കൂട്ടുകാരനെയും തന്റെ സഹോദരനെയും യഹോവയെ അറിയുക എന്ന് ഉപദേശിക്കുകയില്ല. അവർ ആബാലവൃദ്ധം, എല്ലാവരും എന്നെ അറിയും. അതെ, അവര് എല്ലാവരും അല്ലേ? പ്രശ്നമായല്ലോ സോജ. അത് കുഴപ്പം. കാരണം അറിയോ, ഇത് എല്ലാരും നോക്കി ആക്കിയാൽ പിന്നെ ബൈബിൾ തെറ്റല്ലേ? ഇല്ല, അത് തന്നെയല്ല. അവിടെ വേറൊരു പ്രശ്നമുണ്ട്. എന്താ പറഞ്ഞേക്കുന്നേ? ഈ ആബാലവൃത്തം എന്ന് പറയുമ്പോ നമ്മുടെ ഈ മുതിർന്ന സ്നാനം ഒക്കത്തില്ലല്ലോ.
അതെ അതെ ശരിയല്ലേ. കാരണം പിള്ളേർക്ക് ഇതൊന്നും പിള്ളേർക്ക് പറ്റത്തില്ല, ഫിറ്റ് ആയിട്ടില്ലല്ലോ. അത് കാണണ്ട, ആ വാക്യം ഫിറ്റ് ആയിട്ടില്ല. ആ വാക്യം നമുക്ക് മായ്ച്ചു, നമുക്കത് മായ്ച്ചു കളയാം സകലരും അല്ലേ. എടാ മണ്ടന്മാരെ, പുതിയ ഉടമ്പടിയെ പറ്റിയുള്ള ദൈവത്തിന്റെ വചനം പറയുന്ന ആബാല വൃദ്ധോന്നാണ്. അതെ, നിങ്ങൾ ആദ്യം അങ്ങോട്ട് മനസ്സിലാക്കുക. നിങ്ങൾ ഈ മുതിർന്നവരെ കുളിപ്പിക്കാൻ നടക്കാതെ. ദൈവത്തിന് മുമ്പിൽ മാനവരാശി എന്ന് പറഞ്ഞാല് ഈ നമ്മളെ പോലെ ഈ പെണ്ണ് ആണ് മുതിർന്നവര് അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ദൈവത്തിന് മുമ്പിൽ ഇല്ല. ദൈവം ഹ്യൂമാനിറ്റിയെ കാണുന്നത് ഒരൊറ്റ എന്താ പറയാ ഒരൊറ്റ വ്യൂവിലാണ് കാണുന്നത്. അപ്പൊ അതിന്റെ അകത്ത് ഫാമിലീസ് ഉണ്ട്, അതിന്റെ അകത്ത് ഭർത്താക്കന്മാർ, അങ്ങനെ ആണ്, പെണ്ണ്, പിള്ളേർ, ഇതെല്ലാം അതിന്റെ അകത്ത്. ഇത് വേറെ കാര്യമുണ്ട്. ഇത് ചിലത് പറയാം എന്താ പറയാ, ഇതിന്റെ എന്റെ വ്യൂ പറഞ്ഞാൽ ഇവർക്ക് മരിച്ചോരും എല്ലാരും എന്താ ഉൾപ്പെടെയത് മുഴുവൻ മാനവരാശി ആദം തൊട്ട് ലാസ്റ്റ് വരാൻ പോകുന്ന എന്താ പറയാ വന്നുകൊണ്ടിരിക്കുന്ന ജനറേഷൻ മുഴുവനും എന്താ പറയാ ഇതിന്റെ അകത്ത് ഇൻക്ലൂഡഡ്, അല്ലാതെ ആരിന്റെ അകത്ത് എക്സ്ക്ലൂഡ് ഒരിക്കലും ആയിട്ടില്ല. അല്ല, എന്നാൽ ഈ ആബാലവൃദ്ധം എന്നൊക്കെ എഴുതി എന്തൊരു ചതി അങ്ങനെ എഴുതി വെച്ചത്. അതെനിക്കൊന്ന് പുള്ളി ചിലപ്പം എഴുതിയപ്പം അതാണ് എനിക്ക് വന്ന് ഈ യെരമ്യാവിന് വല്ല കത്തോലിക്കരും കൈക്കൂലി കൊടുത്ത് എഴുതിച്ചതാണോ എന്നൊരു സംശയം. അത് പറയാൻ പറ്റത്തില്ല. കത്തോലിക്കർ അല്ല, അതെ, ചിലപ്പോ അവര് ചിലപ്പോ ഇത് എന്തോ മാറ്റി തരാം കേട്ടോ, ചിലപ്പോ 500 തിരുത്തിയായിരിക്കുമല്ലോ, ആർക്കറിയാം. തിരുത്തിയായിരിക്കും. നിങ്ങളൊരു ഗവേഷണം നടത്തുന്ന നല്ലതായിരിക്കും. അപ്പൊ ആബാലവൃത്തം ഇടപാടാണ്. ന്യൂ കവനന്റ് എന്ന് പറഞ്ഞാൽ അത് അഡൽട്സ് ഓൺലി പരിപാടി അല്ല. ആബാലവൃത്തം മുഴുവൻ മാനവരാശിയാ. അതെ, മുഴുവൻ മാനവരാശി, ജീവനോട് ഇരിക്കുന്നവരും മരിച്ചവരും എല്ലാവരും അത് ഇൻക്ലൂഡ് അല്ല, ആരും അത് എക്സ്ക്ലൂഡ് അല്ലെന്നുള്ളതാണ് എന്റെ വലിയ ട്രൂത്ത്. അപ്പൊ ആബാലവൃത്തം എന്നെ അറിയും. അപ്പൊ ഈ കോൺഷ്യസ് അവയർനെസ്സിലേക്ക് വരും ഓൾ ഹ്യൂമാനിറ്റി. അതായത് സമുദ്രം ജലം കൊണ്ട് നിറഞ്ഞിരിക്കുന്നവരെയാ. യെസ്, അതുകൊണ്ടല്ലോ അടുത്ത വേറൊരു വാക്യമുണ്ടല്ലോ ഇതിന്റെ തന്നെ. എനിക്ക് ഒന്ന് നമ്മളപ്പുറം വായിച്ചില്ലേ, ഐശ്വര്യ അതല്ലേ, ഐശ്വര്യ വായിച്ച പോലെ. അപ്പൊ സമുദ്രം ജലം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ അതെ ഭൂമി മുഴുവൻ യഹോവയുടെ ജ്ഞാനം കൊണ്ട് നിറയും. അപ്പം ഒരു ഈ ഭൂമിയിലെ ജനസംഖ്യയിൽ ഒരു 2/3 വരണം അല്ലേ? 2/3 അത്രേ ഉള്ളൂ. കാരണം നമ്മൾ പറയുമ്പോൾ സീ എന്ന് പറയുമ്പോൾ ഓഷൻ എന്ന് പറയുമ്പോൾ 2/3 അല്ലേ നമുക്ക് ഇവിടെ വെള്ളമുള്ളൂ. എന്റെ അത് കറക്റ്റ് ആണ്. കാരണം 2/3 ഓഫ് പോപ്പുലേഷൻ അറ്റ്ലീസ്റ്റ്. അപ്പം ലോക ജനസംഖ്യയിലെ 2/3 ഈ കോൺഷ്യസ് അവയർനെസ്സിലേക്ക് വരുന്നതോടുകൂടെ ഹോൾ ഹ്യൂമാനിറ്റി എലിവേറ്റ് ചെയ്യപ്പെടും. അതെ, കാരണം ഇവരതിനെ സോളോ ചെയ്യും. ഇവരതിനെ സോളോ ചെയ്യും. അതിനൊരു വാക്യമല്ല, നമ്മൾ ഈ എന്താ ഇമ്മോർട്ടാലിറ്റി എന്തെയും സോളോ ദ മോർട്ടാലിറ്റി, ഇതിനെ എന്തെയും കീഴ്പ്പെടുത്തും. കാരണം 3-2 പങ്ക് വരുമ്പോ ഇവിടെ വെയിറ്റേജ് ആയില്ലേ. കാരണം മറ്റുള്ളവർക്ക് പിന്നെ നിൽക്കാൻ പറ്റത്തില്ല, അവർ ഇതിലേക്ക് ആകർഷിക്കപ്പെടും. അപ്പം എബ്രായലേഖനം 8 ഇത് ഉദ്ധരിക്കുകയാണ്. അതെ, ഈ കാലം കഴിഞ്ഞിട്ട് ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു. ഞാൻ എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും. അതെ, ഇനി അവരിൽ ആരും തന്റെ കൂട്ടുകാരനെയും തന്റെ സഹോദരനെയും കർത്താവിനെ അറിയാൻ ഉപദേശിക്കുകയില്ല. അവർ ആബാലവൃദ്ധം. അതെ, അത് അതിന്റെ വായിക്കുന്ന അറിയോ? ഇംഗ്ലീഷിൽ വായിക്കണേ. ഫ്രം ദ ലീസ്റ്റ് ഓഫ് ദം ടു ദ ഗ്രേറ്റസ്റ്റ് അമോങ് ദം. മനസ്സിലായില്ലേ? ചെറിയവൻ മുതൽ വലിയവൻ വരെ. അത് നമുക്ക് എങ്ങനെ എടുക്കാം? അത് നമുക്ക് എന്താ പറയാ, ഏജിലും എടുക്കാം, അവന്റെ കപ്പാസിറ്റി ഏത് നോക്കിയാലും. അതായത് ജ്ഞാനത്തിലെടുക്കാം, ഫിനാൻഷ്യൽ ആയിട്ട് എടുക്കാം, എല്ലാ തരത്തിലും എടുക്കാം. അവർ ആബാലവൃത്തം എല്ലാവരും എന്നെ അറിയും, ഞാൻ അവരുടെ അകൃത്യങ്ങളെ കുറിച്ച് കരുണയുള്ളവനാകും. അപ്പം അപ്പൊ ഇവിടെ ഭൂമി മുഴുവൻ ദൈവത്തിന്റെ ജ്ഞാനത്താൽ നിറയപ്പെടുക. അതെ, അപ്പം ഈ ജ്ഞാനം നമ്മൾ ഗീതക്കകത്ത് വായിച്ചത്, ഈ ജ്ഞാനത്താൽ നമുക്ക് മരണത്തെ അതിജീവിക്കാൻ പറ്റുമെന്ന്. അത് ട്രൂ ആണ്. കാരണം അവർക്ക് അതിന്റെ എന്താ പറയാ റൂട്ട് മനസ്സിലായി, പക്ഷെ അതിനുള്ള ഉത്തരം അവർക്ക് കിട്ടില്ല. അതിന്റെ സൊല്യൂഷൻ അവരെ കൊണ്ട് ഫൈൻഡ് ചെയ്യാൻ പറ്റിയില്ല. അത് എവിടുന്ന, എങ്ങനെയാ, എന്ത് ഞാനാന്നുള്ളത് എന്ന് പറഞ്ഞാൽ ഇമ്മോർട്ടാലിറ്റി ആൻഡ് ലൈഫ്. അപ്പം ദ ട്രീ ഓഫ് ലൈഫ്, കറക്റ്റ്, ദ സോഴ്സ് എന്ന് പറഞ്ഞാൽ ട്രീ ഓഫ് ലൈഫ് ആണ്. അതാണല്ലോ ആരംഭം തൊട്ട് തന്നെ അവിടെ നിൽക്കുന്നത്. അപ്പൊ ആ ട്രീ ഓഫ് ലൈഫിലേക്കുള്ള വഴിയെ ഒരു കെരൂബിനെ കൊണ്ട് ബ്ലോക്ക് ചെയ്തു. നമ്മള് വായിക്കുന്നുണ്ട്. അപ്പൊ തിരിയുന്ന വാള് ഉണ്ട്. അപ്പം ഹ്യൂമാനിറ്റിയുടെ മോർട്ടാലിറ്റിക്കും ഇമ്മോർട്ടാലിറ്റിക്കും ഇടയിൽ നിൽക്കുന്ന ഒരു വാളാണ്. അതെ, ഉണ്ട്. അപ്പൊ ഹ്യൂമാനിറ്റിയുടെ മോർട്ടാലിറ്റിക്കും ഇമ്മോർട്ടാലിറ്റിക്കും തടസ്സം ഒരു വാളാ.
അതെ, ആ വാള് മാറിയ ആൾക്കാർ അകത്തോട്ടാവും. അപ്പം ആ വാളിലാണ് ക്രിസ്തു വീണിരിക്കുന്നത്. അതെ, കാരണം അവിടെയല്ലേ യഥാർത്ഥമായിട്ട് അതും എന്തുവാ സ്വയമായിട്ട് അതിന്റെ മുകളിൽ പോയി വീഡിയോ ആണ്. കാരണം ഈ താൻ മനുഷ്യനായിട്ട് ഇപ്പുറം നിൽക്കുന്ന ആൾക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി, ഇതിനെ മാറ്റാൻ വേണ്ടി തന്റെ ജീവനെ താൻ തന്നെ ബലിയായിട്ട് അവിടെ അർപ്പിക്കുകയാണ്. അപ്പൊ അതാണ് വഴിയും സത്യവും ജീവനും. അപ്പൊ ദിസ് ഈസ് ദ ട്രൂ ആൻഡ് അത് വഴിയാണ്. ആ വഴിയിൽ നിൽക്കുന്ന ജീവനാണ്. പറഞ്ഞ ഈ ഒരു ട്രൂത്ത് ഇപ്പം നമ്മൾ പറയുമ്പോ ഇതിപ്പം സാധാരണ ഒരു എന്താ പറയാ വെസ്റ്റേൺ വ്യൂവിന്റെ അകത്ത് ഇല്ലെങ്കിൽ ആ വെസ്റ്റേൺ മതത്തിന്റെ അടിമത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ഇത് മനസ്സിലാക്കാൻ ഇച്ചിരി പാടായിരിക്കും അല്ലെ? നമ്മൾ പറഞ്ഞ ഓരോ പോയിന്റ്സും ഞാൻ പറഞ്ഞേ, പക്ഷെ എന്റെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ ഈ ഒരു കാലഘട്ടത്തിൽ കേൾക്കുന്ന ആൾക്കാരെല്ലാം അവരുടെ ചിന്ത ഒന്ന് മാറ്റി അവർ നീളം ചിന്തിക്കണം. അറ്റ്ലീസ്റ്റ് ഡിപ്പെൻഡ് ചെയ്യണം. കാരണം അവർ ഇത്രയും നാള് പഠിച്ചത് അബദ്ധമാണെന്നുള്ള ഒരു ചിന്ത അവർക്ക് ഉണ്ടാകണം. അപ്പൊ ഈ പറഞ്ഞ മറ്റേതു മാർഗത്തിലൂടെ നമ്മൾ ആ ലൈഫിലേക്ക് പോകാൻ ശ്രമിച്ചാലും നമുക്കൊരു പരിധി വരെ ചെല്ലാൻ പറ്റത്തുള്ളൂ. അതാണ് നമ്മൾ മുമ്പ് പറഞ്ഞത്. ഈ നമ്മുടെ ഈ ഹിന്ദുസ് അല്ലെങ്കിൽ ഈ ചൈനീസിന്റെ ഉള്ള അവരുടെ ഓരോ അവർക്ക് ഓരോ ഫെയ്ത്ത് ഉണ്ടല്ലോ, അവരുടെ ഇത് ട്രൈ ചെയ്തു, പക്ഷെ അവർക്ക് ആർക്കും അതിനെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ അതിന്റെ എന്താ പറയാ യഥാർത്ഥ സംഭവം മനസ്സിലാക്കാൻ, യഥാർത്ഥ സംഭവം പ്രാപിക്കാൻ അവരെ കൊണ്ട് പറ്റിയില്ല. ഫുൾനെസ്സിലേക്ക് എന്നില്ല. ഫുൾനെസ്, അതെ, അതിന്റെ പൂർണ്ണതയിലെത്തിയില്ല. അപ്പൊ ആ പൂർണ്ണത മനുഷ്യന് വേണ്ടി ദാനമായി ദൈവം നൽകുകയാണ്. So God so loved the world and has given his only begotten son. God so loved who? വേൾഡിൽ തന്നെ ദൈവം ഏറ്റവും കൂടുതൽ എന്നെ അന്വേഷിക്കുന്നവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇമ്മോർട്ടാലിറ്റി അന്വേഷിച്ചവർ, മാനം, തേജസ്, അക്ഷയത, ജീവൻ. അപ്പൊ those who seek life, those who seek immortality, those who seek glory, അപ്പൊ അങ്ങനെ അപ്പൊ അത് അന്വേഷിച്ചവരെയാണ് ദൈവം ലവ് ചെയ്യുന്നത്. അതെ, കാരണം ഇത് മൂന്ന് ദൈവത്തിന്റെ നേച്ചറാ. അപ്പം മനുഷ്യനായ ഒരുത്തൻ ഇതിനെ എന്ത് ഈ എന്താ തന്നിലുള്ള ദൈവത്തിന്റെ നേച്ചറെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എന്താ പറയാ കാലങ്ങൾ ഉണ്ടായിരുന്നു. എന്താ പറഞ്ഞേ? അപ്പൊ ഞാൻ പറഞ്ഞത് ഇത് നമുക്ക് അങ്ങോട്ട് ചെല്ലുമ്പോ ഈ ക്രിസ്തുവിലൂടെ അല്ലാതെ ആർക്കും അതിനെ പ്രാപിക്കാൻ പറ്റത്തില്ല. ഇല്ല. അതാണ് യേശു പറഞ്ഞത്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിനെ കാണുന്നില്ല. അതെ, അതിന്റെ വേറൊരു രീതി നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പം എന്താ പറയാ എല്ലാവരുടെ ഉള്ളിൽ എന്നാ ഉണ്ട്? ക്രിസ്തു ഉണ്ട് അല്ലെ? ക്രിസ്തു എല്ലാവരുടെ ഉള്ളിലുണ്ട്. പക്ഷെ ആരാണോ എൻലൈറ്റ് ആകുന്നത്, ക്രിസ്തു എന്നിൽ ഉണ്ടെന്നുള്ള ആ ഒരു കോൺഷ്യസ് അവയർനെസ്സിലേക്ക് വരുന്നോ, അവരാണ് എന്താ പറയാ ഈ എറ്റർണൽ ലൈഫിനെ ശരിക്കും പറയാ എൻജോയ് ചെയ്യുകയും അതിലുള്ള ഈ എന്താ പറയാ ഈ ഗ്ലോറി ഒക്കെ പ്രാപിക്കുകയും ചെയ്യുന്ന അവരായിരിക്കും. കറക്റ്റ് അല്ല, ഞാനിങ്ങനെ ഇതൊരു ഉദാഹരണം പറഞ്ഞപ്പം ഇന്നാള് നമ്മളിങ്ങനെ പറഞ്ഞായിരുന്നേ, അപ്പൊ എല്ലാവർക്കും ഇപ്പൊ എന്നോട് ഒരാൾ ചോദിച്ചു, അപ്പം എല്ലാവരുടെ ഉള്ളിലും ക്രിസ്തു ഉണ്ടോ? ഞാൻ പറഞ്ഞു അതെ ഉണ്ട്. അപ്പൊ എന്തുവാണ് അവിശ്വാസിക്കുള്ള വിശ്വാസം? ഞാൻ ചോദിച്ചു, ഇപ്പം 10 കണ്ണുപൊട്ടന്മാർ എന്താ പറയാ അന്ധന്മാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ബ്ലൈൻഡ്സ് ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവർക്കും ഒരിടത്ത് ഓപ്പറേഷൻ ചെയ്തു, എല്ലാവരുടെയും കണ്ണ് അവർക്ക് ഇപ്പൊ ഓക്കെ. എന്നിട്ട് എന്താ പറയാ ഒരാളടുത്ത് കൊണ്ട് ഇംഗ്ലീഷ് ബുക്ക് കൊടുത്തു, ഒരാളടുത്ത് കൊണ്ട് ഹിന്ദി ബുക്ക് കൊടുത്തു, ഒരാളടുത്ത് ഇങ്ങനെ വേറെ ലാംഗ്വേജ് ബുക്സ് എല്ലാം കൊടുത്തു, അവരോട് വായിക്കാൻ പറഞ്ഞു. അപ്പം അവർക്ക് വായിക്കാൻ പറ്റുന്നില്ല. അവരത് പിന്നെ എന്ത് ചെയ്യും? എന്തുവാ മറ്റേ ഈ നമ്മുടെ എന്താ അതിന് പേരുള്ള ഇവർ പിന്നെ ഇങ്ങനെയാണ് അവരെന്താ കണ്ണടച്ച് നോക്കുക. കാരണം ഇവരുടെ കണ്ണ് ഓപ്പറേഷനായി കണ്ണ് ഓപ്പൺ ആയാലും ശരി, അൺലെസ് ഇത് ഇംഗ്ലീഷ് ആണെന്നുള്ള അവയർനെസ്, ഇതെങ്ങനെയാ വായിക്കേണ്ടത് നോളജ് ഇവർക്ക് റിസീവ് ചെയ്തില്ലെങ്കിൽ ഇവരുടെ കണ്ണ് തുറന്നുകൊണ്ട് യാതൊരു പ്രയോജനം ഇല്ല. ഇതാണ് അവിശ്വാസിക്കും വിശ്വാസിക്കും യഥാർത്ഥ വിശ്വാസം എന്താ പറയാ ഡിഫറൻസ്. എല്ലാവരുടെയും കണ്ണ് ഓപ്പൺ ആയി. അല്ല, ഇപ്പൊ നമ്മൾ ഈ വിശ്വാസി ഇനി പറയുന്നതിൽ അർത്ഥമില്ല. കാരണം ഈ വിശ്വാസി എന്നുള്ള ആ പദമൊക്കെ വളരെയധികം ദുരുപയോഗപ്പെട്ടു. അതെ, ഞാൻ പറഞ്ഞ ആൾക്കാർക്ക് മനസ്സിലാവുന്ന നമ്മൾ ഈ വിശ്വാസി എന്ന് പറയുമ്പോൾ വേറെ ചിലതൊക്കെ ആളുകളുടെ മനസ്സിൽ വരുന്നേ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇനി മുതൽ വിശ്വാസി എന്നുള്ള വാക്കിന് പകരം എൻലൈറ്റൻഡ് സോൾ എന്ന് പറയാം. അതെ, അതാണ് ശരിക്കും പറഞ്ഞ തിയോളജിക്കലി അതാണ് എന്റെ അത് കറക്റ്റാ, എൻലൈറ്റൻഡ്. അപ്പൊ എൻലൈറ്റൻഡ് വിശ്വാസം എന്നുള്ള എൻലൈറ്റൻഡ്. അപ്പൊ എൻലൈറ്റൻഡ് സോളിന് ഇത് മനസ്സിലാവുന്നുണ്ട്. അപ്പം സോൾ എൻലൈറ്റൻഡ്
എൻലൈറ്റൻമെന്റ് ആണ് ഇതിന്റെ പർപ്പസ്. കാരണം ക്രിസ്തു ക്രൂശിൽ മരിച്ചു. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ടും എഫേസ്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പൗലൂസ് പ്രാർത്ഥിക്കുന്നതാ, ഹൃദയ ദൃഷ്ടി പ്രകാശം. ഇംഗ്ലീഷിൽ പറയുമ്പോൾ അത് കറക്റ്റ് ആണെന്ന് പറഞ്ഞത്. അപ്പം ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. പ്രകാശിച്ചിട്ട്, അതെ. അപ്പൊ മലയാളത്തിൽ എൻലൈറ്റ്മെന്റ് എന്നുള്ള പ്രകാശിച്ചവരാ. അപ്പൊ പ്രകാശിച്ചവൻ, പ്രകാശൻ. അപ്പം അതാണ്. അപ്പം ഹൃദയദൃഷ്ടി പ്രകാശിക്കുക. അപ്പൊ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് ഇതിനെ കാണാൻ പറ്റുക. അപ്പൊ അത് എത്ര പേര് കാണും എന്നുള്ളതാണ്. അതെ, അതിന് ആ ഒരു എൻലൈറ്റ്മെന്റിലേക്ക് ആൾക്കാരെ കൊണ്ടുവരാൻ വേണ്ടിയാണ് ചർച്ചിനെ ദൈവം ഒരു എന്താ പറയാ ബോഡിയായിട്ട് അവിടെ നിർത്തിയേക്കുന്നത്. ശരിക്കും പറഞ്ഞ ചർച്ച അകത്തിൽ പരാജയപ്പെട്ടു പോയി. അതാണ് പൗലോസ് പറഞ്ഞത്, ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന്. അതെ, സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കാണ്. അപ്പൊ ഇവരുപദേശിക്കുന്നത് എന്താണ്? അപ്പം ചർച്ച എന്ന് പറഞ്ഞാൽ ഈ വേൾഡിനെ മൊത്തം കോൺഷ്യസ് അവയർനെസ്സിലേക്ക് ലീഡ് ചെയ്യാന്നുള്ള. അപ്പൊ അതിനുള്ളത് ലവ് ആണ്. അത് ട്രൂ. കാരണം ഞാനിങ്ങനെ ഒരു വർഷം ഓർത്തേ, ഇൻ കേസ് ഇപ്പം ദൈവം അങ്ങോട്ട് എന്താ പറയാ ഈ ഇമ്മോർട്ടാലിറ്റി ഇപ്പം റിലീസ് ചെയ്ത എന്ത് സംഭവിക്കുന്നുള്ളത്. ഇപ്പൊ നമ്മൾ ചുമ്മാ ഇങ്ങനെ ഒരു എന്താ പറയാ ഒരു ചിന്തയ്ക്ക് വേണ്ടി ഇപ്പം നമ്മൾ ഇമ്മോർട്ടാലിറ്റി നമുക്ക് റിലീസ് ചെയ്ത് കുഴപ്പമെന്നറിയോ, നമ്മൾ ഇതിനേക്കാളും എന്താ പറയാ വൃത്തികെട്ടവരായിട്ട് നമ്മൾ മാറുകയും ചെയ്യും. ഒരിക്കലും എന്താ പറയാ മരണം നമ്മളെ ഭരിക്കത്തുള്ള എൻ്റയർ ദൈവത്തിന്റെ പർപ്പസ് അങ്ങ് പോകും. അല്ല, ഈ ആദമിനെയും ഹൗവയെയും ഏദനിൽ നിന്ന് പുറത്താക്കിയതിന്റെ പർപ്പസ് എന്താ? അതെ, കാരണം അവർ വശവത്തമായിട്ട് മറ്റേ പോയി കഴിച്ചെങ്കിൽ പ്രശ്നമാവും. അപ്പൊ അവർ ജീവന്റെ വൃക്ഷം കൈനീട്ടി പറിച്ച് കഴിക്കാതിരിക്കേണ്ടതിന് അവരെ ഏദനിൽ നിന്ന് പുറത്താക്കി. അപ്പൊ ഏദനിൽ നിന്ന് ആദമിനെ ഹൗവയും പുറത്താക്കിയത് ഇറ്റ് വാസ് നോട്ട് എ പണിഷ്മെന്റ്. അത് ഒരിക്കലും പണിഷ്മെന്റ് അല്ല. കാരണം അത് എന്താ പറയാ ഈ ദൈവത്തിന്റെ വിശുദ്ധത്തിൽ ദൈവം ചെയ്ത് ഒന്നും എന്താ ഒരിക്കലും പണിഷ്മെന്റ് അല്ല. കാരണം ദൈവത്തിന് അറിയാമായിരുന്നു ഇത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നുണ്ട്. അതാണ്. അപ്പം ആ ദൈവത്തോട് അകന്നിരിക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ്. അതുപോലെ തന്നെ എനിമിറ്റി ഉണ്ട്. അത് വേറൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലെയിമിങ് ഈച്ച് അതർ. കാരണം ആദമിനോട് ചോദിച്ചു, നീ ആ കനി ഭക്ഷിച്ചോ? അത് നീ എന്നോട് കൂടെ ഇരിപ്പാൻ എനിക്ക് തന്ന സ്ത്രീ എനിക്ക് തന്നു, ഞാൻ തിന്നു. അപ്പൊ കുറ്റം ആർക്കാ? അല്ല, കുറ്റം ദൈവത്തിനാ. നീ എനിക്ക് തന്ന സ്ത്രീ, ഇത് തന്നോണ്ട ഈ പ്രശ്നം. അൾട്ടിമേറ്റ്ലി അപ്പൊ നമ്മൾ സഹോദരനെ കുറ്റം പറയുമ്പോൾ ആക്ച്വലി ദൈവത്തെ കുറ്റം പറയും, ബ്ലെയിം ചെയ്യാണ്. അപ്പൊ ആദം പറഞ്ഞു സ്ത്രീ എനിക്ക് തന്നു എന്നല്ല പറഞ്ഞു, നീ എനിക്ക് തന്ന സ്ത്രീ എനിക്ക് തന്നു, ഞാൻ തിന്നു, ആ പാട് പ്രോബ്ലം ആയി, കൈ കഴുകി. അപ്പൊ സ്ത്രീയോട് ചോദിച്ചപ്പോ സ്ത്രീ പറഞ്ഞു അത് ആ പാമ്പ്, അത് നീയാണല്ലോ ഉണ്ടാക്കിയത്, ആ പാമ്പ് ഇതുവഴി വന്നു, പാമ്പ് ഒന്നും മിണ്ടിയില്ല. അപ്പൊ ഇത് ഞാൻ പറഞ്ഞു. അപ്പൊ ആ ഒരു സ്റ്റേറ്റിൽ എന്ന് പറഞ്ഞാൽ പരസ്പരം കുറ്റം വിധിക്കുന്ന, പരസ്പരം പഴിചാരുന്ന ആ സ്റ്റേറ്റിൽ അവർക്ക് ഇമ്മോർട്ടാലിറ്റി കിട്ടിയാൽ അവരുടെ എറ്റേണൽ ലൈഫ് എങ്ങനെ ഇരിക്കും? ശരിക്കും അത് പറഞ്ഞാൽ ഇവര് പിന്നെ ദൈവത്തെ പോലെ ആയി വേറൊരു രീതിയിൽ ആയിപ്പോകും. അല്ല, അപ്പൊ അത് ഭയങ്കര കഷ്ടമായിരിക്കും. അപ്പൊ ആ വലിയ കഷ്ടത എന്ന് പറഞ്ഞാൽ ഇപ്പം കല്യാണം കഴിച്ചവർക്കറിയാം, ഈ കല്യാണം കഴിക്കുന്നത് ഒരു ചെറിയ കഷ്ടതയാണ്. കല്യാണം കഴിച്ചു കഴിയുമ്പോഴാണ് അത് മനസ്സിലാകുന്നത്. അപ്പൊ അവന്റെ കുടുംബജീവിതം ഒരു കഷ്ടതയാണ്. അപ്പൊ അന്ന് കഴിയുമ്പോൾ ആദ്യം പാടാത്ത പാട്ട് എന്ന് തീരും ഈ കഷ്ടം എന്ന് പറഞ്ഞൊരു പാട്ട് ഇവൻ കൂടുതൽ കല്യാണത്തിന് മുമ്പ് ഇത് പാടുന്ന ഇഷ്ടമില്ല. കല്യാണം കഴിഞ്ഞ് ഇവനിത് കൂടുതൽ പാടിക്കൊണ്ടിരിക്കും. എന്നു തീരും എന്റെ കഷ്ടം ഇന്നീ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും. അപ്പൊ അവന് കൊണ്ട് ഇമ്മോർട്ടാലിറ്റി കൊടുക്കാന്ന് പറഞ്ഞാലോ? അതെ, അവൻ അത് ഒരിക്കലും എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. അതെ, ഈ പറഞ്ഞ ഹൗവയായിട്ട് ആദാമിന് എറ്റേണൽ ലൈഫ് കൊടുത്തു കഴിഞ്ഞാൽ ആദാം ആ പടം കുഴപ്പം. അപ്പൊ അതാ ദൈവം ഇനി അബദ്ധത്തിൽ ഇനി അമ്മമാരെ അതുകൂടെ പറിച്ചു തന്നു കഴിഞ്ഞാൽ ഇവരുടെ ജീവിതം. ഇപ്പോഴാണ് അവർക്കൊരു ആശ്വാസം ഉണ്ട്, മരിക്കുമ്പോ ഒരു ആശ്വാസം കിട്ടുമല്ലോ എന്നുള്ളൊരു ആശ്വാസം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ആകട്ടെ. അപ്പൊ ഇതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, ഏതിനെന്ന് പുറത്താക്കി ഇറ്റ് വാസ് നോട്ട് എ പണിഷ്മെന്റ്. ഇറ്റ് വാസ് എ ബ്ലെസ്സിങ്. അത് ജനങ്ങൾക്കൊരു അനുഗ്രഹമായിട്ട്. അപ്പം ആ ട്രീ ഓഫ് ലൈഫ് ഇപ്പോഴും അവിടെ ഉണ്ട്. പറുദീസയിലാദാം രുചിനോ കാത്ത ഫലം സാമോദം
അതായത് ഈ മാമോദിസായിക്ക് പാടുന്ന ഈ സുറിയാനിക്കാരന്റെ പാട്ട്. അപ്പൊ പർദീസയിൽ ആദാൻ രുചി നോക്കാത്ത ഫലം, പർദീസയിൽ ആദാൻ രുചി നോക്കാത്ത ഫലം ലൈഫാണ്, ഈ എറ്റേണൽ ലൈഫാണ്, ഇമ്മോർട്ടാലിറ്റി ആണ്. അതാണ് നമ്മുടെ ഇഗ്നേഷ്യസ്, അന്ത്യോക്യയുടെ 3-ാം പാത്രിയർക്കീസ് ആയിരുന്ന ഇഗ്നേഷ്യസ് തിയോഫിലോസ്, ആ സഭാപിതാവ് പറഞ്ഞിട്ടുണ്ട്, ദിസ് ഈസ് ദ മെഡിസിൻ ഓഫ് ഇമ്മോർട്ടാലിറ്റി. ഏതാണ്? പരിശുദ്ധ കുർബാനയെ കുറിച്ച് പറഞ്ഞാണ്, ദിസ് ഈസ് ദ മെഡിസിൻ ഓഫ് ഇമ്മോർട്ടാലിറ്റി. അതാണ് മെഡിസിൻ ഓഫ് ഇമ്മോർട്ടാലിറ്റി എന്ന് പറയുമ്പം ഈ ഗോതമ്പപ്പം അതൊരു ഔഷധമാണെന്നല്ല, അല്ല. അതിനകത്ത് മർമ്മം എന്താ? ഈ ഇഗ്നേഷ്യസ് തിയോഫിലോസ് അല്ലെങ്കിൽ ഇഗ്നേഷ്യസ് ന്യൂറോന പറഞ്ഞതിന്റെ ആന്തരിക അർത്ഥം മനസ്സിലാക്കണം. ഈ പറയുന്ന മധുവായിൽ ഈ അച്ഛൻ റൂഷിമ വെച്ച അപ്പത്തിന് ഇമ്മോർട്ടാലിറ്റി കൊണ്ടുവരാൻ ശക്തിയുണ്ടെന്നല്ല പറഞ്ഞത്. ഈ ദിസ് ഈസ് ദ മെഡിസിൻ ഓഫ് ഇമ്മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ അപ്പം ഒന്നാകെ കൊണ്ട് പലരായ നിങ്ങൾ ഒരു ശരീരമായി തീരുന്നു. ആ കോൺഷ്യസ് അവയർനെസ്സിലേക്ക് വന്നിട്ട് ആ ലവ് യുണൈറ്റ് ചെയ്യുമ്പോൾ, ആ ലവ് നമ്മളെ യുണൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇമ്മോർട്ടാലിറ്റി അച്ചീവ് ചെയ്യുമ്പോൾ, അതായത് നമ്മുടെ പാപം ആരംഭിച്ചപ്പോൾ പരസ്പരം പഴിചാരുന്നിടത്താ ഇത് തുടങ്ങിയത്. അതെ, അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ചെയ്യാം, ദൈവത്തെ ബ്ലെയിം ചെയ്യാൻ ചെയ്ത അവസ്ഥ. അപ്പൊ ആ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ചെയ്യുന്ന അവസ്ഥ മാറിയിട്ട് പെർഫെക്റ്റ് ലവിലേക്ക് വരുമ്പോ, പെർഫെക്റ്റ് ലവിലേക്ക് വരുമ്പോൾ മാനവരാശി ഇമ്മോർട്ടാലിറ്റി എത്തിയിരിക്കും. കാരണം ലവ് ഇല്ലാതെ ഇമ്മോർട്ടാലിറ്റി കൊടുത്തോണ്ട് പ്രശ്നമാവും. അതുകൊണ്ട് അതാണ് യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് അന്യോന്യം സ്നേഹമുണ്ടെങ്കിൽ. ഇപ്പം ഞങ്ങളെ കേട്ടോണ്ടിരിക്കുന്ന നിങ്ങൾ ഓർക്കും ഇതൊന്നും ഒരിക്കലും നടക്കത്തില്ല, വെറും സിദ്ധാന്തം മാത്രമാണ്. നോ, ഇത് വളരെ വേഗം ഇത് നടക്കാൻ പോവാ. ഇത് വളരെ വേഗം നടക്കാൻ പോവാ. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് ഞാൻ പറയുന്നത് ഈ മനുഷ്യവർഗത്തിന്റെ പുരോഗതി. ഈ വസുദൈവ കുടുംബകം എന്ന ഭാരതീയ സങ്കല്പമുണ്ട്. അതായത് ലോകം ഒരു ഫാമിലിയാണ്, ഫാമിലി എന്നുള്ള. അപ്പൊ ഈ മനുഷ്യവർഗം ഒരുമിച്ച് പോകുമ്പം ഈ ഉപദേശിമാര് ഉപദേശമല്ല പിന്നെ സൂത്രകാഴ്ചയും ഒക്കെ എടുത്ത ഈ കാരണം പക്ഷെ അപ്പൊ ദൈവം എന്ത് ചെയ്യാണ്? ദൈവം ആ ദൗത്യം സയൻസിനെ ഏൽപ്പിച്ചിരിക്കുക. പിന്നെ അപ്പം മനുഷ്യവർഗത്തിന് ഈ മധ്യകാലഘട്ടം മുതൽ 18-ാം നൂറ്റാണ്ടും 19-ാം നൂറ്റാണ്ടും പ്ലേഗ് വന്നപ്പോഴും വസൂരി വന്നപ്പോഴും യുദ്ധം വന്നപ്പോഴും എല്ലാം മനുഷ്യവർഗത്തിന്റെ ആശ്വാസം ചർച്ചായിരുന്നു. കാരണം ഇപ്പൊ റെഡ് ക്രോസ് സൊസൈറ്റി ആണെങ്കിലും മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണെങ്കിലും നേഴ്സിംഗ്, ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ഒക്കെ ഇതുപോലെ നേഴ്സിംഗ് രംഗത്തേക്ക് ക്രിസ്ത്യാനികൾ കൂടുതൽ കടന്നു വന്ന് ചർച്ച് ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. പക്ഷെ ഇന്നിപ്പം മനുഷ്യവർഗത്തെ സെർവ് ചെയ്യുന്നതിൽ ചർച്ച് ട്രെയിലിംഗ് ആണ്, അവര് ഏതൊക്കെയാണ് പരാജയപ്പെടുകയാണ്. ഒരു കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് ആതുര ശുശ്രൂഷ രംഗത്ത് ചർച്ച് കോൺട്രിബ്യൂട്ട് ചെയ്തെങ്കിൽ ഇന്ന് ചർച്ചിന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആതുര ശുശ്രൂഷ സ്ഥാപനങ്ങളും പണം ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങളായി മാറി. അതെ, ഈവൻ നമ്മൾ പഠിക്കുമ്പോൾ ഈ എന്താ പറയാ സയൻസിൽ പോലും, കാരണം നമ്മൾ പഠിക്കുമ്പോൾ ഈ നമ്മൾ പാസ്കൽ, നമ്മുടെ എന്താ പറയാ കാൽക്കുലേറ്റർ കണ്ടുപിടിച്ച പാസ്കൽ അങ്ങനെ ഒരു തിയോളജനായിരുന്നു. അപ്പൊ നമ്മുടെ ഈ മറ്റേ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ച ബാബേജ് അങ്ങനെ ഒരു എന്താ പറയാ ഒരു തിയോളജനായിരുന്നു. അവരെല്ലാം അവർ വായിക്കും. എന്തിന് ഈ ബിഗ് ബാങ് തിയറി ഉണ്ടല്ലോ, ബിഗ് ബാങ് തിയറി ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു കത്തോലിക്ക പുരോഹിതനാ. ഓക്കെ. അപ്പൊ പിന്നെ അതിൽ കൂടുതൽ കാര്യമില്ലല്ലോ. അപ്പൊ അവിടെ നിന്ന് ചർച്ച് പരാജയപ്പെട്ടിട്ട് ഈ ചർച്ച് ഇപ്പൊ എന്ത് ചെയ്യാണ്? ചർച്ചിന്റെ സ്കൂളുകളും ചർച്ചിന്റെ ആതുര ശുശ്രൂഷ കേന്ദ്രങ്ങളും എല്ലാം ബില്ല് ചെയ്യാൻ തുടങ്ങി. നോ മോർ സർവീസ്. ലോകത്തിന് വെളിച്ചവും ഉപ്പുവാന്നുള്ള ആ ചിന്ത അവർക്ക് മാറി, പർപ്പസ് പോയി. അപ്പൊ പണം കിട്ടാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ പെന്തക്കോസ്തുകാർ സ്കൂൾ തുടങ്ങാൻ തുടങ്ങി. അപ്പൊ സർവീസിന്റെ കാലഘട്ടത്തെ അവരെ കണ്ടില്ല, ഇപ്പൊ പൈസ കിട്ടുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വന്നപ്പോ ഈ ദൗത്യം ഇപ്പോൾ സയൻസിനെ ഏൽപ്പിച്ചിരിക്കുക. അപ്പൊ അതുകൊണ്ട് ഈ സയന്റിസ്റ്റുകൾ വർക്ക് ചെയ്യുന്നത് അതും ദൈവത്തിനുള്ള വർഷിപ്പാണ്, അത് ദൈവത്തിന്റെ ദൗത്യം. കാരണം അവർ ക്യാരി ചെയ്യാം. ആക്ച്വലി ദേ ആർ ആൾസോ പാർട്ട് ഓഫ് ദ കിങ്ഡം. അവരും കിങ്ഡത്തിൽ അവരും ജോലി ചെയ്യുന്നേ. ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടറോ ഇല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറോ ഇല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു സയന്റിസ്റ്റോ ടീച്ചറോ എല്ലാവരും they are all working for the same kingdom. അതാണ്. അതിനാൽ ഞാൻ ഒരു പ്രാവശ്യം ഒരു ലൈവിൽ പറഞ്ഞാണ്, കിങ്ഡം ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ വേൾഡ് തന്നെയാണ്, നോ സെപ്പറേഷൻ. അപ്പൊ ഈ കിങ്ഡം ഓഫ് ഗോഡ് കിങ്ഡം ഓഫ് ഗോഡ് എന്നുള്ളത് മനസ്സിലാക്കുക. ലൈവ് എല്ലാം തുടർച്ചയായിട്ട് കാണുന്നവർക്ക് മനസ്സിലാവും. അപ്പൊ ഈ കിങ്ഡം ഓഫ് ഗോഡിന്റെ പാർട്ടാണ് ഈ സയൻസും സയന്റിസ്റ്റുകളും. അവരും അച്ചീവ് ചെയ്യുന്നത് എങ്ങോട്ടാ പോകുന്നത്? ഇപ്പൊ തന്നെ ഞാൻ ഇവിടെ അമേരിക്കയിൽ ഇവിടെ ഒരു ലാബറട്ടറി പോയി. ലാബറട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹ്യൂജ് സംഭവമാണ്. ഒരു 200 അടി
200 അടിയോളം പൊക്കമുണ്ട് റൂഫിന്. എന്റെ ഊഹ 200 അടി കാണും, അത്രയും പൊക്കമുണ്ട്. അപ്പൊ അതിനകത്ത് കയറി കഴിയുമ്പം ഈ ലാബിൽ മുഴുവൻ വെജിറ്റബിൾസും ഫ്രൂട്ട്സും എല്ലാം പ്രൊഡ്യൂസ് ചെയ്യാണ്. മണ്ണ് വേണ്ട. അപ്പൊ അതിനകത്ത് എല്ലാം ഇപ്പൊ ആപ്പിൾ പല വർഗ്ഗങ്ങള്, മുന്തിരി, പിന്നെ വെജിറ്റബിൾസ്, പിന്നെ ടൊമാറ്റോസ് എല്ലാം ഇങ്ങനെ കിടക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറില് ഈ കൃഷി എന്നുള്ള ഒരു കോൺസെപ്റ്റിന്റെ ആവശ്യമില്ല. ഇപ്പൊ അത് സ്പ്രെഡ് ആ പരിപാടി വന്നു കഴിയുമ്പോ പിന്നെ ഈ കൺവെൻഷണൽ കൃഷി എന്ന് പറഞ്ഞാൽ മണ്ണിൽ പോയി കൃഷി ചെയ്യുന്ന പരിപാടി ഇല്ല, ആവശ്യമില്ല. അതെ. അപ്പം ഈ ഭക്ഷ്യക്ഷാമം വീണ്ടും അതിന്റെ അഡ്വാൻസ് തലങ്ങളെല്ലാം വന്നു കഴിയുമ്പം ഇപ്പൊ തന്നെ ഇപ്പൊ ചികിത്സ ചെലവേറിയതാണ്. ലക്ഷക്കണക്കിന് ഡോളറാണ് ഓരോ ട്രീറ്റ്മെന്റിനും. പക്ഷെ കുറച്ച് കഴിയുമ്പം ഈ മനുഷ്യന് ഈ പണം ആവശ്യമില്ല എന്നുള്ളൊരു സ്റ്റേറ്റിലേക്ക് വരും. ചാർജ് ചെയ്യേണ്ടെന്നുള്ള ആവശ്യം സ്റ്റേറ്റിലേക്ക് വരും. ആ സമയത്ത് മനുഷ്യന്റെ സ്വാർത്ഥതകൾ കുറയും. ഇതൊക്കെ കേൾക്കുന്നവർക്ക് ഇതൊരിക്കലും നടക്കത്തില്ല, അത് നടക്കും. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഒരു പെർഫെക്റ്റ് ലാവും. അവിടെയാണ് ഈ സമുദ്രം ജലം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി ജ്ഞാനം കൊണ്ട് നിറയും. അതെ, ദൈവത്തിന്റെ ജ്ഞാനം കൊണ്ട്. ഭൂമി ജ്ഞാനം കൊണ്ട് നിറയുന്ന സമയത്ത് എല്ലാവരിലേക്കും ആ ജ്ഞാനം എത്തും. അതെ. ഇപ്പൊ മനുഷ്യന്റെ തലച്ചോറിലേക്ക് ഡേറ്റ ഫീഡ് ചെയ്യുന്ന ഒരു ഗവേഷണത്തിലാണ് ഗൂഗിൾ. അതിന്റെ ഫൈനൽ ഘട്ടത്തിലാണ്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് വായിച്ചനുസരിച്ച് ഇനി വിത്തിൻ 5 ഇയർ അത് ചെയ്യാൻ പറ്റുമെന്ന്. അതായത് ഇപ്പം 50,000 പേജുള്ള ഒരു പുസ്തകം വേണമെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് നമ്മുടെ തലച്ചോറിലേക്ക് ഫീഡ് ചെയ്യാൻ പറ്റും. കാരണം ഇതിന് ഭയങ്കര കപ്പാസിറ്റി ആണ്. പിന്നെ റീഡ് ചെയ്യണ്ട. അപ്പൊ ഇതൊന്നും കെട്ടുകഥ പറയുന്നല്ല, സയൻസ് അതിന്റെ ഫൈനൽ സ്റ്റേജിൽ എത്തിയിരിക്കുക. അപ്പൊ ഇത് കേൾക്കുമ്പോഴേക്ക് യുക്തിവാദികൾ പറഞ്ഞ കണ്ടോടാ, സയൻസ് അതിന്റെ ഫൈനൽ സ്റ്റേജിൽ എത്തി, പോടാ എവിടെയാ ദൈവം എന്ന് ചോദിക്കുന്നത്. എടാ, ഇത് ദൈവം പറഞ്ഞിരിക്കുകയാണ്, ഇത് ഈ ജ്ഞാനത്തിലേക്കാണ് മനുഷ്യനെ സംഭവിക്കുന്നത്. അതെ. ഇതാ ശരിക്കും പറഞ്ഞാൽ ഇവിടെയാണ് ഈ വെസ്റ്റേൺ ചർച്ച് ഒക്കെ തോറ്റുപോയത്. കാരണം അവർക്ക് അവരോട് ചോദ്യം ചോദിക്കുന്ന ആൾക്കാരോട് അല്ലെങ്കിൽ ഏത്തിസ്റ്റിനോടൊന്നും ഈ എന്താ പറയാ ഈ ട്രൂ ഗോസ്പൽ അവർക്ക് അറിയാത്തത് കൊണ്ട് അവർക്ക് ഇതൊന്നും അവരെ കൊണ്ട് ഒരിക്കലും പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റിയില്ല. എന്റെ അഭിപ്രായം ഇതൊക്കെ നമ്മൾ നേരത്തെ തന്നെ ഈ ട്രൂ ആയിട്ട് നമ്മൾ പ്രസംഗിക്കുകയായിരുന്നെങ്കിൽ ഒരുപക്ഷെ എന്താ പറയുക കേരളത്തിൽ ഒരിക്കലും ഏത്തിസ്റ്റ് ഒന്നും ഉണ്ടാകേണ്ട അല്ല. അപ്പൊ ആ ഒരു അളവ് വെച്ചോണ്ടാണ് ഈ ആ ത്ലാപ്പ് വെച്ചോണ്ടാണ് ഇവിടെ എത്തീസ്റ്റുകൾ നമ്മുടെ അടുത്തോട്ട് വരുന്നത്. രവിചന്ദ്രനോട് മുട്ടുന്നു ചോദിച്ചത്. എന്റെ പിള്ളേരെ മുട്ടി നിൽക്കത്തില്ല, ഇത് ഒറിജിനൽ ഗോസ്പലാണ് ഞങ്ങൾ പറയുന്നത്, ട്രൂ തിയോളജി. അതെ, ട്രൂ ഗോസ്പലിന് മുമ്പ് നിങ്ങൾ പറ്റത്തില്ല. കാരണം ഇത് നമ്മൾ കാണുന്ന ഈ ചർച്ചിന് ഫെയിൽ ആയി പോയത് എന്ന് അവര് ഈ എന്താ പാസ്റ്റർ പറഞ്ഞ പോലെ ബൈബിള് കട്ടുകൊണ്ട് പോയി ചർച്ച ഉണ്ടാക്കിയല്ലോ. അതോടെ അതിന്റെ സംഭവം എല്ലാം തീർന്നു. അന്ന് അവരെ ശരിക്കും പറഞ്ഞാൽ അതിനെ ബറി ചെയ്തു ട്രൂ ഗോസ്പലിനെ. അപ്പം ഈ ട്രൂത്തിലേക്ക് നമ്മുടെ വേൾഡ് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വേറെ കാര്യം ഞാൻ പറയാൻ വന്നത്, ഇങ്ങനെ നമ്മൾ ഈ ട്രൂത്ത് ഇങ്ങനെ പറയുമ്പോൾ പൊതുവെ ഇപ്പം എല്ലാവരുടെയും ആളുകൾ നമ്മളിപ്പോ ഏതൊരു മനുഷ്യനെ എടുത്താലും അവരുടെ ഉള്ളിലെല്ലാം എന്റെ ഒരു ചിന്തയെ പറഞ്ഞ ഏറ്റവും കൂടുതൽ മനുഷ്യന്റെ ഹൃദയത്തില് മുറിവുണ്ടാക്കിയതും ഇല്ലെങ്കിൽ ഈ വയലൻസ് ഫീലിംഗ് ഒക്കെ കൊണ്ടുവന്നതും മതമാണ് അല്ല. ഇല്ലെങ്കിൽ പിന്നെ ഈ ദൈവത്തോടുള്ള വെറുപ്പാണ്. അവരുടെ എല്ലാവരും ഈ ഹൃദയത്തിൽ വലിയൊരു മുറിവുണ്ടാക്കിയേക്കുന്നത്. അത് ആരോട് വെച്ചാലും അവർ എത്ര ഒരു വിശ്വാസിയായാലും ബന്ധകോസായാലും ശരി അവരത് സമ്മതിക്കും. ദൈവത്തോട് സ്നേഹം ഇല്ല അല്ലെ. അവരെല്ലാത്തിനും പറയുന്നത് കുറ്റം പറയുന്ന ആരെയായിരിക്കും, ലാസ്റ്റ് പറയുന്ന ആരെയായിരിക്കും, ഏറ്റവും നമ്മൾ ഫിൽട്ടർ ചെയ്ത് പോകുമ്പോൾ അറിയാം ലാസ്റ്റ് നമ്പർ ദൈവം എന്നുള്ള പോയിന്റ് അവർ എത്തും. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ട്രൂ ഗോസ്പൽ നമ്മൾ പറയുകയും ഇത് കേൾക്കുകയും ചെയ്യുമ്പോഴത്തേക്കും ആൾക്കാരുടെ ഹാർട്ടിൽ വലിയൊരു ഹീലിംഗ് ഉണ്ടാവും. അവിടെ ഉള്ളിൽ തന്നെ കാരണം പക മാറുക, ദൈവത്തോടുള്ള പക മാറുമ്പോൾ ഇവന് ഓട്ടോമാറ്റിക്കായിട്ട് മനുഷ്യനോടുള്ള പക മാറും. ഇത് റെസിപ്രോക്കൽ അല്ല. ദൈവത്തോടുള്ള ഇവന്റെ ആ എനിമിറ്റി മാറും. ദൈവം സ്നേഹം എന്നുള്ള ആ ഒരു ചിന്തയും ദൈവം ഇത്രയും വലിയവനാണെന്നും ഇത്ര നല്ലവനാണെന്നുള്ളൊരു വ്യൂ മനുഷ്യന്റെ ഉള്ളിലേക്ക് നമ്മളിങ്ങനെ ഈ ഈ ഗ്ലോറിയസ് ഗോസ്പൽ പോലെ നമ്മളിത് പ്രീച്ച് ചെയ്യുമ്പോഴത്തേക്ക് ആൾക്കാർ അസാധാരണമായിട്ട് ഡെലിവറൻസ് ആവും. അതെ, ഈ ഗ്ലോറിയസ് ഗോസ്പൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഹീലിംഗ് മെഡിസിൻ ആണ്. കാരണം മതം നിമിത്തം ഉണ്ടായ മുറിവുകൾ, ഒരുപാട് മനസ്സുകളിൽ മുറിവുകളുണ്ട്. അപ്പൊ ആ മുറിവുകൾക്കുള്ള ഒരു തൈലമാണ് ഗിലെയാദിലെ തൈലം തൈലമാണ്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ബാം ഓഫ് ഗിലെയാദ്. അപ്പൊ ഗിലെയാദിലെ സുഗന്ധ തൈലം ആണ് ഈ ഗ്ലോറിയസ് ഗോസ്പൽ.
അതെ. അപ്പൊ ആ ഗ്ലോറിയസ് ഗോസ്പലാണ് നമ്മൾ പറയുന്നത്. ഈ ഗ്ലോറിയസ് ഗോസ്പൽ പറയുന്നവരെ കുറിച്ചാണ് പറയുന്നത്, നന്മ സുവിശേഷിക്കുന്നവരുടെ കാൽ പർവ്വതങ്ങളിൽ എത്ര മനോഹരം, അല്ലാതെ നരകം ഉണ്ടെന്ന് പ്രസംഗിക്കുന്നവന്റെ കാലല്ല. അല്ല അല്ല, കാരണം ഇതിൽ നിന്ന് വരുന്ന മൊത്തം ജീവനാ. ഇതിൽ നിന്ന് നമ്മൾ പറയുന്നതും എല്ലാം ദൈവത്തിന്റെ ജീവന, ദൈവത്തിന്റെ സ്നേഹം. ഇതങ്ങ് ആൾക്കാരെ സ്പർശിക്കാൻ തുടങ്ങിയാൽ ലോകം നമ്മൾ പറഞ്ഞാൽ മാറാൻ വലിയ സമയമൊന്നും എടുക്കത്തില്ല. അപ്പൊ ഈ ട്രൂത്തിനുള്ള ഏറ്റവും വലിയ തടസ്സം ഈ പറഞ്ഞ ഈ വെസ്റ്റേൺ ഗോസ്പൽ ആയിരുന്നു, വെസ്റ്റേൺ തിയോളജി. വെസ്റ്റേൺ ഗോസ്പൽ ആണ് ഈ ദൈവത്തിന്റെ സത്യത്തെ, അപ്പം ദൈവത്തിന്റെ സത്യത്തെ, അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന എല്ലാ മനുഷ്യനും അപ്പം അനീതി കൊണ്ട് സ്വർണപാത്രം കൊണ്ട് സത്യത്തെ മറച്ചു എന്നാണ് നമ്മുടെ വയലാർ രാമവർമ്മ പാടിയത്. അപ്പം അപ്പൊ സത്യത്തെ മറയ്ക്കാൻ സ്വർണപാത്രം ഉപയോഗിക്കുന്നത്. അപ്പൊ പിന്നെ കുഴപ്പമില്ല, അപ്പൊ ആളുകൾ ഓർക്കാം ഇത് കൊള്ളാമല്ലോ, കുഴപ്പമില്ല, ഇത് അതെ കോസ്റ്റ്ലി ആണല്ലോ, സ്വർണപാത്രം കൊണ്ട്. അപ്പം ഈ പ്രൊട്ടസ്റ്റന്റ് ഉപദേശത്തെ എന്ന സ്വർണപാത്രം വെച്ച് അവര് സത്യത്തെ മറച്ചു കളഞ്ഞു. അതെ. അപ്പം അതുകൊണ്ട് ഈ സത്യം അതിന്റെ ആ ഫൈനൽ അന്തിമ കാലഘട്ടമായപ്പോൾ, ഈ അവസാന കാലത്ത് വെളിപ്പെടുവാൻ സൂക്ഷിച്ചിരിക്കുന്ന പത്രോസ് അപ്പോസ്തലൻ പറയണം, അവസാന കാലത്ത് വെളിപ്പെടുവാൻ സൂക്ഷിച്ചിരുന്ന. അപ്പൊ ഈ അവസാന കാലത്ത് വെളിപ്പെടുവാൻ സൂക്ഷിച്ചിരുന്ന ആ സംഭവമാണ് ഇപ്പോൾ നിങ്ങൾ ഈ ലൈവിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് എഫേസ്യർ 4 അധ്യായം വായിച്ചാലോ? അതെ, വായിക്കാം. അവിടെയാണ് ശരിക്കും പറഞ്ഞ ചർച്ചിന്റെ ഒരു പർപ്പസ് നല്ലപോലെ ഡിഫൈൻ ചെയ്തേക്കുന്നത് അല്ലേ? അപ്പൊ 4 ഇംഗ്ലീഷ് ഇംഗ്ലീഷിലല്ലേ? ഇംഗ്ലീഷിൽ ഓക്കെ. എവിടെ നിന്നോട്ടാ വായിക്കണ്ടേ? 4:10 തൊട്ടോ? അതോ 10 വേണ്ട, അത് കഴിഞ്ഞിട്ട് വായിച്ചാൽ മതി. 12 തൊട്ട് വായിച്ചോ? അല്ല 11 തൊട്ട്. ഒരു മിനിറ്റ്, ഞാൻ NIV എടുത്തേക്കുന്നത്. ഇംഗ്ലീഷും മലയാളമായിട്ട് ഈ വാക്യം ചിലപ്പോൾ വ്യത്യാസം കാണും. 11 വായിച്ചു. അവൻ ചിലരെ ഞാൻ എടുക്കും, ഒരു മിനിറ്റ്. ഓക്കെ. So Christ himself gave the apostles, the prophets, the evangelists, the pastors and teachers to equip his people for work of service, so that the body of Christ may be built up until we all reach unity in the faith and in the knowledge of the Son of God, and become mature, attaining the whole measure of the fullness of Christ. മലയാളത്തിൽ വായിക്കാം. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും. അതെ. അപ്പൊ എങ്ങനെയാടാ പോയി നമ്മൾ ഈ 900 സഭ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? അപ്പൊ ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ഐക്യത പറഞ്ഞ ദാറ്റ് ഈസ് ദ പർപ്പസ് ഓഫ് ചർച്ച്. ഓരോ ദിവസം ഇപ്പൊ എന്നെ ഇംഗ്ലണ്ടിൽ നിന്ന് ഒരാൾ വിളിച്ചു, പാസ്റ്റർ ഇന്നലെ ഇവിടെ ഇല്ലായിരുന്നു, ഇന്നിപ്പോ അങ്ങോട്ട് പോയപ്പോ ഇവിടെ ഒരു ചർച്ചിൽ ഇരിക്കുന്നു, ഒരു മലയാളത്തിൽ ബോർഡ് ഇരിക്കുന്നു. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരും ഈ SK പൊറ്റക്കാടിന്റെ ദേശത്തിന്റെ കഥ എന്ന് പറഞ്ഞൊരു നോവലുണ്ട്, നല്ല ബൃഹത്തായ ഒരു നോവലാണ്. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. നിങ്ങൾ വായിച്ചിട്ടില്ലാത്തവര് കിട്ടുമെങ്കിൽ വായിക്കണം. അപ്പൊ അതിനകത്തൊരു ചാപ്റ്റർ ഉണ്ട്, കുഞ്ഞു പറയുക നീയും വെച്ചോടാ ഒരു കൊട്ടില്ലെന്ന് പറയും. അപ്പൊ എന്ന് പറഞ്ഞാലേ അപ്പം നീയും വെച്ചോടാ ഒരു കൊട്ടില്ല, അപ്പൊ അവനും ഒരു കൊട്ടില്ല എന്ന് പറഞ്ഞാൽ നീ എല്ലാരും സഭ തുടങ്ങാണ്. ഓക്കെ. അത് മാത്രമല്ല വേറെ കാര്യം പറയും. ഇപ്പൊ നമ്മൾ ഈ പെന്തക്കോസ്റ്റിലെ ഈ സഭ പിരിക്കാനും സഭ ഉണ്ടാക്കാനും അഭിഷേകം ഉള്ള കുറച്ച് പ്രത്യേക ആൾക്കാരുണ്ട് കേട്ടോ, അത് നമ്മള് മറന്നു പോകരുത്. അല്ലല്ല, ഞാൻ പറഞ്ഞത് എന്തോ ഒരു തമാശ. അപ്പൊ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, ഡിവൈഡ് ചെയ്യുന്ന അല്ല, യുണൈറ്റ് ചെയ്യുന്നതാണ് ക്രിസ്തുവിന്റെ ആത്മാവ്. അപ്പൊ ചർച്ചിന്റെ പർപ്പസ് ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യതയാണ്. അപ്പൊ ദൈവപുത്രനെ we are divided in what we believe, but we are united in whom we believe. നമ്മൾ എന്ത് വിശ്വസിക്കുന്നു, so we all are divided, but in whom, in Christ Jesus, we all are united. അപ്പൊ ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നമ്മൾ ഒന്നായി തീരുക. അപ്പം നമ്മൾ അതിൽ ഇന്നോട് പറഞ്ഞാല് ശരിക്കും പറഞ്ഞാല് നമ്മള് എല്ലാരും ഈ ക്രൈസ്റ്റിനെ കുറിച്ചുള്ള നോളജ് നമ്മൾ വളരും തോറും നമ്മുടെ യൂണിയൻ എന്താവും കൂടിക്കൊണ്ടിരിക്കും. അത് ഇതാണ് ഈ പിരമിഡിക്കാണ്. പിരമിഡിക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പിരമിഡ് പോലെ ഇരിക്കും. അപ്പം ബേസില് ഡിസ്റ്റൻസ് കൂടുതലാ. അപ്പൊ ഈ വെറും പ്രിലിമിനറി നോളജ് ഉണ്ടെങ്കിൽ നീ അത് ഞാൻ ഇത് ഭയങ്കര അകല ക്ലാഷ് ആണ്.
ക്ലാഷാ. അപ്പൊ എലിവേറ്റ് ചെയ്യും തോറും ഇങ്ങനെ അടുത്തടുത്ത് അപ്പൊ അൾട്ടിമേറ്റ് നോളജിൽ വരുമ്പോൾ അവിടെ പിന്നെ ഒരു ഒറ്റ പോയിന്റ് ഉള്ളൂ. ഒറ്റ പോയിന്റ് അവിടെ സ്നേഹമാണ്. അവിടെ ആർക്കും വിഷയം. കാരണം ഞാനൊന്നും അല്ല ക്രിസ്തു എന്നത് ബോധ്യത്തിൽ വരുമ്പോൾ എന്റെ അവിടെ ഡിവിഷൻസ് ഇല്ല. നമ്മുടെ ഡിവിഷൻസ് ഇല്ല, അവിടെ ഡിവിഷൻസ് മാറും. അപ്പം അവിടെയാണ് ഈ ജ്ഞാനത്തിലുള്ള എലിവേഷൻ ആണ് സംഭവിക്കുന്നത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ ആ സോഫിയ വരിക. അപ്പം പിന്നെ ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീക വർധനയ്ക്കുമാകുന്നു. അപ്പൊ പർപ്പസ് ഓഫ് ചർച്ച് ഇവിടെ നമ്മൾ വായിക്കാണ്. എന്താണ് ചർച്ച്? എന്തിനാണ് ചർച്ച്? ചർച്ച് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കോൺഷ്യസ് അവയർനെസ്സിലേക്ക് എല്ലാവരും ലീഡ് ചെയ്യാൻ വേണ്ടി. വൺസ് ഒരാൾ ഈ കോൺഷ്യസ് അവയർനെസ് പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ചർച്ചിന്റെ ആവശ്യമുണ്ടോ? ഇല്ല, ശരിക്കും ഇല്ല. ചർച്ചിന്റെ ആവശ്യമില്ല. കാരണം നമ്മൾ മറ്റടുത്ത് വായിച്ചില്ലേ, പിന്നെ ഇവിടെ പോയി നീ അവിടെ പോയിരുന്ന സങ്കീർത്തനമാനം കേട്ടിരിക്കണ്ട. അതെ, നമ്മൾ വേറൊരു വായിച്ചില്ല, നിന്റെ അയൽക്കാരോട് നീ ദൈവത്തെ അറിയാന്ന് നീ പറയേണ്ട ആവശ്യമില്ല. നമ്മൾ വായിച്ചില്ല. അതാണ്, ആരും തന്റെ കൂട്ടുകാരനോട് ഇനി ദൈവത്തെ അറിയുക എന്ന് ഉപദേശിക്കേണ്ടി വരികയില്ല. അവർ എല്ലാവരും ആബാലവൃദ്ധം എന്നെ അറിയും. അപ്പൊ ദൈവത്തെ കുറിച്ചുള്ള പരിശുദ്ധനെ കുറിച്ചുള്ള അറിവ്, നോളജ് ഓഫ് ദ ഹോളി. അപ്പൊ പരിശുദ്ധനെ കുറിച്ചുള്ള ഈ പരിജ്ഞാനം നിന്റെ അകത്ത് വന്നു കഴിയുമ്പോ പിന്നെ നീ അവിടെ പോയി പിന്നെ നിനക്ക് തന്നെ യു ആർ നോ ലോങ്ങർ ഇൻ നീഡ് ഓഫ് എ സർവീസ് ഓഫ് എ പ്രോഫറ്റ് ഓർ അപ്പോസ്റ്റൽ ഓർ ഇവാഞ്ചലിസ്റ്റ്. പിന്നെ നിനക്ക് അതിന്റെ ആവശ്യമില്ല. അതെ, ആവശ്യമില്ല. ഈ ട്രൂത്ത് ആണ് നിങ്ങളെ ലിബറേറ്റ് ചെയ്യുന്നത്. കാരണം അതിനുശേഷം നിങ്ങൾ അതെ പറഞ്ഞു. അല്ല ഞാൻ പറഞ്ഞത് ഈ ഒരു എന്താ പറയാ അവയർനെസ്സിലേക്ക് വരുമ്പം അവൻ എന്താ പറയാ മറ്റുള്ള ആൾക്കാരെ കാണുന്നില്ലെങ്കിൽ എന്താ പറയാ മറ്റേ മതത്തിലുള്ള ആൾക്കാരെ കാണുന്നത് അവന്റെ ചിന്തയെല്ലാം മാറും. അവൻ പിന്നെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ലെറ്റ് us have the mind of Christ. ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായിട്ട് നമ്മൾ മാറാൻ പറയുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞ ആ ഒരു എൻലൈറ്റ്മെന്റ് സ്റ്റേറ്റ് ആണ് എന്താ പറയാ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ് നമ്മൾ നിൽക്കുന്ന ഒരു അവസ്ഥ. അപ്പൊ നമ്മളെല്ലാരെയും എന്താ ദൈവം മറ്റുള്ളവരെ കാണുന്നവരെ നമ്മളെ എന്താ പറയാ നമ്മളെ കൊണ്ട് മറ്റുള്ളവരെ കാണാൻ പറ്റും. മറ്റുള്ളവരെ അതുപോലെ നമ്മളെ കൊണ്ട് സ്നേഹിക്കാൻ പറ്റും. ഈവൻ ദോ അവരുടെ ഫെയ്ത്ത് ഡിഫറെന്റ് ആയാലും അവരെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനും പറ്റും. അപ്പം അതാണ് ഇപ്പൊ നമ്മൾ എഫേസ്യ ലേഖനത്തിൽ ക്രിസ്തുവിന്റെ പ്രായത്തിന്റെ അളവ് തികഞ്ഞ പുരുഷത്വം എന്ന് പറയുന്നത്. പക്ഷെ പിന്നെ ബൈബിളില് നമ്മള് പിന്നെ സോങ് ഓഫ് സോങ്സ് വായിക്കുമ്പോൾ തികഞ്ഞ സ്ത്രീത്വമാണ് പറയുന്നത്. കാരണം നമ്മൾ അത് അല്ലെ ബ്രൈഡ് ഗ്രൂം അല്ല അതെ, ഇത് രണ്ടും ഒരൊറ്റ അർത്ഥം. അതായത് എഫേസ്യ ലേഖനം 4 നമ്മളിപ്പം വായിച്ച ഭാഗം ഇപ്പൊ സോങ് ഓഫ് സോങ്സ് ഉത്തമഗീതം 8-ാം അധ്യായം 8-ാം വാക്യം ഏറ്റവും ക്രിസ്ത്യാനികൾക്ക് ഉറപ്പുണ്ടാക്കുന്ന വാക്യമാണ്. എല്ലാവരും വായിച്ച് രഹസ്യമായി വായിക്കത്തുമില്ല. പിന്നെ അയ്യോ അതിന്റെ അർത്ഥം എന്താണ്, ഇതിന്റെ അർത്ഥം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പൊ അവിടെ പറയുന്നത് നമുക്കൊരു ചെറിയ പെങ്ങളുണ്ട്, അവൾക്ക് സ്ഥാനങ്ങൾ വന്നിട്ടില്ല. നമ്മുടെ പെങ്ങൾക്ക് കല്യാണം പറയുന്ന നാളിൽ നാം അവൾക്ക് വേണ്ടി എന്ത് ചെയ്യും? അപ്പം ഇത് യങ് ബിലീവേഴ്സിനെ കുറിച്ചാണ്. യങ് ബിലീവേഴ്സ് ആണ്, ഇമ്മച്വർ ബിലീവേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഈ സ്ഥാനങ്ങൾ വന്നിട്ടില്ലെന്ന് പറയുന്നത് ഈ സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുല കൂട്ടുന്ന ഇതാണ്. അപ്പൊ അവർക്ക് ആ മെച്യൂരിറ്റി ഇല്ല. അപ്പൊ അവരെന്ത് ചെയ്യും? അപ്പൊ അതാണ് പറയുന്നത്, ഒരു ഇമ്മച്വർ ബിലീവറിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അപ്പം ചർച്ച് എന്ത് ചെയ്യാണ്? ചർച്ച് അവർക്ക് മെച്യൂരിറ്റി കൊടുക്കുകയാണ്. അതാണ് തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാപനത്തിനായിട്ടുള്ള ശുശ്രൂഷയ്ക്കായിട്ട് അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ ഇടയന്മാരായും ചിലരെ ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. നമ്മുടെ ഇവാഞ്ചലിസ്റ്റിന്റെ ഒക്കെ റോൾ ശരിക്കും പറഞ്ഞാൽ ഈ പുറത്ത് നിൽക്കുന്ന ആൾക്കാരോട് ഈ അവയർനെസ് കൊണ്ടുവരാന്നുള്ള ക്രൈസ്റ്റ് ഈസ് ഇൻ യു ഈസ് ദ ഹോപ്പ് ഓഫ് ഗ്ലോറി. മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു നിന്നിലിരിക്കുന്നു. ക്രിസ്തു നിന്നിലുണ്ട്. കാരണം ഇത് നമ്മൾ ഒരു വേറൊരു മതക്കാരൻ അല്ലെങ്കിൽ ഒരു കത്തോലിക്കോട് നമ്മൾ പറയുമ്പോൾ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാത്തവരോട് പറയുമ്പോൾ അവർക്ക് വലിയൊരു സ്ഫോടനം ഉണ്ടാവും. അവർക്ക് ദൈവം നിന്റെ ഉള്ളിൽ ദൈവത്തെ നിന്റെ ഉള്ളിൽ പറയുന്നു. ഈ അവയർനെസ്സിൽ ശുശ്രൂഷിച്ച ഒരു
ആളാണ് ഈ ഓർത്തഡോക്സ് സഭയിലെ കാലം ചെയ്ത അഭിവന്യ ഡോക്ടർ ഗീവറീസ് മാർ ഒസ്താത്യോസ് മെട്രാപ്പോലിത്ത. അപ്പൊ എനിക്ക് അത് അറിയത്തില്ലായിരുന്നു. അപ്പൊ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് കൂടെ പ്രവർത്തിച്ച ഒരു അച്ഛനുണ്ട്, ജോർജ് തങ്കച്ചൻ ഫാദർ, നമ്മുടെ ലൈവിലിടയ്ക്ക് വരുന്നത്. അപ്പൊ ഇന്നലെ അദ്ദേഹം എന്നോട് ഫോണിൽ സംസാരിച്ചു. അപ്പം അദ്ദേഹം ഇത് പറയുമ്പോൾ ഞാൻ അറിയുന്നത് ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ അദ്ദേഹം എന്നോട് പറയുകയാണ് ഈ തിരുമേനി ചെയ്ത കാര്യങ്ങളൊക്കെ. അപ്പൊ തിരുമേനിയെ സംബന്ധിച്ച് മതപരിവർത്തനം എന്നുള്ള ഒരു ഉദ്ദേശമില്ലായിരുന്നു. അദ്ദേഹം ഹിന്ദുക്കളെ സ്നേഹിക്കായിരുന്നു, മുസ്ലിങ്ങളെ സ്നേഹിക്കായിരുന്നു. എന്നിട്ട് ഈ അച്ഛന്മാരോട് പറയായിരുന്നു ക്രിസ്തു അവരിൽ ഉണ്ടെന്ന് പറയുമായിരുന്നു. പക്ഷെ എന്നിട്ടും ഇവർക്ക് സംഭവം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ട്രിനിറ്റി എല്ലാ മനുഷ്യരിലും ഉണ്ട്. അപ്പം പക്ഷെ ആ ട്രിനിറ്റി തങ്ങളിൽ ഉണ്ടെന്നുള്ള അവയർനെസ്സിലേക്ക് ഇവരെ ഉണർത്തുക എന്നുള്ള പർപ്പസ് ആണ് ചർച്ചിന്റെ, അല്ലാതെ മതപരിവർത്തനം നടത്തുക എന്നുള്ളതല്ല. അപ്പം അല്ലാതെ അന്ധത മാറ്റേണ്ട ആവശ്യമില്ല. അന്ധത കർത്താവ് മാറ്റി. ഇവനിപ്പോ നോളജ് നമ്മൾ പിടിച്ചാൽ മതി. അതെ, അതുകൊണ്ടാണ് ഈ ഓർത്തഡോക്സുകാർ മതപരിവർത്തനത്തിന് വേണ്ടി ഇറങ്ങി നടക്കാത്തത്. അതെ, രാഷ്ട്രീയ താല്പര്യമുള്ളവരാണ് മതപരിവർത്തനത്തിന് ഉദ്യമത്തിൽ ഏർപ്പെടുന്നത്. ഞാൻ പലപ്പോഴും പണ്ടൊക്കെ പറയായിരുന്നു, ഈ ഓർത്തഡോക്സുകാർ ഈ മിഷൻ കാര്യത്തിൽ ഭയങ്കര പരാജയമാണ്, സുവിശേഷീകരണം നടത്തുന്നില്ല, അത് തെറ്റാണ്, വൃത്തികേടാണ്. ഓർത്തഡോക്സുകാർ തന്നെ ഭൂരിപക്ഷം ആളുകൾ അങ്ങനെ തന്നെ ചിന്തിച്ചുകൊണ്ടായിരിക്കുന്നത്. പക്ഷെ ആക്ച്വലി നമ്മൾ ആ അവയർനെസ്സിലേക്കാണ്. അവർക്ക് എല്ലാ മനുഷ്യരിലും ഈ ക്രിസ്തു ഉണ്ട്. അവരെ ആ ബോധത്തിലേക്ക് ഉയർത്തുക. അവരെ ബോധത്തിലേക്ക് ഉയർത്തുവാനുള്ള ഒരു മാർഗം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ലവിൽ മുതിരുക എന്നുള്ളതാണ്. അതെ, നമുക്ക് സ്ഥലമില്ല, നമ്മളെങ്ങനെ ഫീഡ് ചെയ്യുന്നത്? ശരിയാ. നമ്മളെങ്ങനെ മറ്റുള്ളവർക്ക് ഈ ജീവനെ ഷെയർ ചെയ്യാൻ പറ്റുന്നേ? അതാ കുഞ്ഞുമങ്ങൾക്ക് സ്ഥലമില്ലെന്ന് പറഞ്ഞേ. അതെ, എനിക്ക് തോന്നുന്നു ഇത് തന്നെയാണ് ചിലപ്പോ യേശു പറഞ്ഞത്, വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറഞ്ഞ പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന്. ഒഴുകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവയർനെസ്സിലേക്ക് വരുന്നവനിൽ നിന്ന് ഈ ലൈഫ് പ്രവഹിക്കാൻ തുടങ്ങും. ലൈഫ്, അതെ. അപ്പൊ ആ കോൺഷ്യസ് അവയർനെസ്സിലേക്ക് ഈ ജനങ്ങളെ എലിവേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഓർത്തഡോക്സ് സഭയിലെ ഈ പറഞ്ഞ ഈ സദറാകളും പ്രൊമിയോനുകളും പ്രയറുകളും നോയിമ്പുകളും എല്ലാം എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പൊ അതിലൂടെ ശരിക്കും പോകുന്ന ഒരു വ്യക്തി എന്ത് ചെയ്യും, ഈ എൻലൈറ്റൻഡ് ആവും, അവനിൽ നിന്ന് ഇത് ഒഴുകാൻ തുടങ്ങും. അതെ. അപ്പം ഒരു ശരാശരി ഒരു സുറിയാനിക്കാരനെ സംബന്ധിച്ച് 10 ദിവസം മീൻ കഴിക്കാൻ പറ്റത്തില്ല എന്നുള്ള പിറുപിറുത്തോണ്ട് നടക്കുമ്പോൾ അവനിൽ നിന്ന് ഒരു ലൈഫ് ഒഴുകാൻ പോകുന്നില്ല. ശരിയാ, കാരണം അവർക്ക് ഇതിന്റെ ട്രൂത്ത് എന്നാന്നുള്ള അവർക്ക് മനസ്സിലായിട്ടില്ലല്ലോ. അവരുടെ അല്ലേ, അതുകൊണ്ടാ. അപ്പം അതുകൊണ്ട് ഈ നോയമ്പ് കാലം നിങ്ങൾക്ക് ധന്യതയുടെ കാലഘട്ടമാകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. അല്ലേ? അതെ. പക്ഷെ നമ്മളെന്തോ ഈ പെന്തക്കോസ്തുകാർക്ക് നമ്മളെങ്ങനെ ഇതിനെ എന്തോ കൊണ്ടുവരുന്നേ? അവർക്ക് എന്തോ ഇതിനുള്ള അഡ്വൈസ് എന്തുവാ? ഇതിലോട്ട് വരാനുള്ള ഒരു മാർഗം എന്തുവാ? പെന്തക്കോസ്തുകാരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കണോ അതോ? പെന്തക്കോസ്തുകാരെ സംബന്ധിച്ച് കാരണം അവർക്ക് ഇങ്ങനെയുള്ള സംഭവം ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു പൊതുവാട്ടോ. പെന്തക്കോസ്ത് കേരളത്തിൽ മാത്രമല്ല, പൊതുവെ ഉണ്ടല്ലോ പെന്തക്കോസ്ത് പോലെ ഉണ്ടല്ലോ. ഈ പെന്തക്കോസ്തുകാരെ സംബന്ധിച്ച് ഇപ്പൊ പറഞ്ഞാല് പെന്തക്കോസ്തുകാർക്ക് ഈ സ്പിരിച്വൽ പ്രൈഡ് ഒത്തിരി, എനിക്ക് പേഴ്സണലി അറിയാവുന്നവർക്ക് ഒത്തിരി ഉണ്ട്. ഇപ്പൊ ഞങ്ങളെ കേൾക്കുന്ന പെന്തക്കോസ്ത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ പ്രൈഡ് താക്കാൻ നോക്കുക. ഹ്യൂമിലിറ്റി ഈ മതം കൊണ്ടുവന്ന് ഇട്ടേക്കുന്ന ഒരു പ്രൈഡ് ആയിരിക്കും. മതത്തിന്റെ അതിലുണ്ടല്ലോ. അതെ, യു ആർ സോ സ്പെഷ്യൽ, നിങ്ങളുടെ നമ്മുടെ മതം ഇതിന്റെ അകത്തുള്ള കർത്താവിന് വരെ പേടിയാന്നുള്ള രീതിയിലൊരു ടീച്ചിങ് കൊടുക്കുന്നത്. കർത്താവിന് വരെ നമ്മളെ പേടി അടവുക, അത്ര വിശുദ്ധരാ നമ്മള് എന്നുള്ള രീതിയിൽ പ്രബോധനം കൊടുക്കും. ഞാൻ പറഞ്ഞ 6 വേണം കർത്താവ് വെട്ടിക്കളയും, ഞാൻ പറഞ്ഞ 6 വേണം കർത്താവ് കൊന്നുകളയും. അതേസമയം സുറിയാനി സഭയിലെ ഏറ്റവും ഉയർന്ന മേൽപ്പെട്ടക്കാരൻ പോലും കുറിയൽ ഐസോ എന്നാ പറയുന്നത്, കർത്താവ് കരുണ ചെയ്യണമേ, ലോർഡ് ഹാവ് മേഴ്സി അപ്പോൺ മീ, ലോർഡ് ഹാവ് മേഴ്സി അപ്പോൺ മീ, ലോർഡ് ഹാവ് മേഴ്സി അപ്പോൺ മീ. അപ്പൊ അതുകൊണ്ട് പെന്തക്കോസ്തുകാർക്ക് പ്രത്യേക ഉപദേശം ഇല്ല. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യൻ എഴുതുമ്പോ കർത്താവ് കന്യകമാരെ കുറിച്ച് എനിക്ക് പ്രത്യേക കൽപ്പന ഇല്ലെന്ന് എഴുതുന്നുണ്ടോ? അല്ലേ, പെന്തക്കോസ്തുകാരെ കുറിച്ച് ഞങ്ങൾക്ക് പ്രത്യേക കൽപ്പനകളൊന്നും ഇല്ല, ഞങ്ങൾക്ക് അറിയത്തില്ല. അല്ല നമ്മളെ കേൾക്കുന്ന പെന്തക്കോസ്തുകാരുണ്ടല്ലോ, ഇതിനെ കുറിച്ച് അറിയണമെന്നും ഈ എൻലൈറ്റ്മെന്റ് ഒക്കെ വരണമെന്നുള്ള ആഗ്രഹമുള്ളവരുണ്ടല്ലോ, അവർക്ക് എന്തോ നമ്മളെ കേൾക്കുന്ന പെന്തക്കോസ്തുകാരല്ല, അവരൊക്കെ നമ്മുടെ വാത്സല്യവാന്മാരാണ്.
വാത്സല്യവാന്മാർ എന്നാ വിളിക്കുന്നത്. അവർ പെന്തക്കോസുകാരൊന്നും അല്ല, നമ്മുടെ വാത്സല്യവാന്മാരെ. അവരെ സംബന്ധിച്ച് അവർ ഇതിലൂടെ വളരും. കാരണം ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞല്ലോ, ചിലര് കേൾവിയിലൂടെ രക്ഷപ്പെടും. അപ്പൊ നിങ്ങളിത് കേൾക്കുമ്പം ആ അവയർനെസ്സിലേക്ക് അവർ വരികയാണ്. അതായത് ഈ മതത്തിന്റെ തട്ടിപ്പുകളൊന്നും ആവശ്യമില്ല. മുട്ടയായും പുഴുവായും പ്യൂപ്പയായും പിന്നെ എന്ത് ചെയ്യും, ശലഭമായി മാറും. അപ്പം ഈ കോൺഷ്യസ് അവയർനെസ്സിലേക്ക് വരുമ്പോ അവൻ എന്ത് ചെയ്യും, നല്ല വർണ്ണച്ചിറകുള്ള ചിറകുകൾ ധരിച്ച് ശലഭമായി വിഹായസിലേക്ക് പറന്നുയരുക. അവിടെയാണ് നീ ഒരു സ്വാതന്ത്ര്യം, ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കും. അപ്പൊ ആ സ്വാതന്ത്ര്യം, അതുവരെ നിങ്ങൾ ഈ പ്യൂപ്പയ്ക്കകത്തിരിക്കും. അപ്പൊ നിങ്ങളുടെ പ്യൂപ്പ എന്ന് പറഞ്ഞപ്പോ പെന്തക്കോസിന്റെ 40-60 എന്നുള്ള ആ ഹോളിനകത്താണ് പ്യൂപ്പയായിട്ടിരിക്കുന്നെങ്കിൽ അവിടുന്ന് നിങ്ങൾക്ക് അവയർനെസ് കിട്ടിയാൽ പറന്നു ഉയരുക. അതെ. സോ അപ്പൊ അവർക്കുള്ള മരുന്ന് ഈ സംഭവം എന്താ നമ്മൾ പറയുന്ന ഈ ഗ്ലോറിയസ് ഗോസ്പലിന്റെ ട്രൂത്ത് അവരെന്ത് ചെയ്യുക, കണ്ടിന്യൂ ആയിട്ട് അവര് കേൾക്കുക അല്ലെ. വിശ്വാസം അവർ കേൾവിയാൽ ഉളവാകുമ്പോൾ അവർക്ക് മനസ്സിലാകും എവിടെയാണ് ട്രിനിറ്റേറിയൻ ഗോഡ്. അപ്പൊ തങ്ങളിൽ തന്നെയുള്ള ട്രിനിറ്റേറിയൻ ഗോഡിനെ അവർ കണ്ടെത്തുകയാണ്, എക്സ്പീരിയൻസ് ചെയ്യാണ്, എൻജോയ് ചെയ്യാണ്. ആ ഫെലോഷിപ്പ് എൻജോയ് ചെയ്യാണ്. അതെ. അപ്പൊ പിന്നെ അവരുടെ ലൈഫ് വളരെ ആയാസരഹിതമായി തീരും. പിന്നെ അവരൊന്നിനെ കുറിച്ചും ബോധർ ചെയ്യുന്നില്ല, പറയേണ്ട ആവശ്യമില്ല. അപ്പൊ അതാണ് ക്രിസ്തുവിന്റെ പ്രബോധനം തുടങ്ങിയ പറഞ്ഞ് നിങ്ങൾ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. മനസ്സിലായോ? അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകുലരഹിതമായ ഒരു ജീവിതത്തിലേക്ക്, അനായാസമായ ഒരു ജീവിതത്തിലേക്ക് അവർ മാറ്റപ്പെടുകയാണ്. അപ്പൊ അവർ ആ ക്രിസ്തുവിന്റെ സ്വാതന്ത്ര്യം അനുഭവിക്കുകയാണ്. എൻലൈറ്റൻഡ് സോളായി മാറുകയാണ്. അപ്പം അവർക്കുള്ള മരുന്നാണ് എപ്പോഴും ഇത് കേൾക്കുക അല്ലെ. എൻലൈറ്റൻഡ് സോൾ ആയി കഴിയുമ്പോ ആ ആളുടെ അടുത്തിരിക്കുന്ന ആൾക്ക് ആ എനർജി ഫീൽ ചെയ്യും, മനസ്സിലായി. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ലിബറേഷനിലേക്ക്, ആ ഒരു എലിവേഷനിലേക്ക് ഉയരട്ടെ. അതിനകത്ത് പ്രത്യേകിച്ച് ഇവിടെ വർഗീയതയൊന്നും അല്ല ഇവിടെ പറയുന്നത്. അതാണ് ക്രിസ്തു നിങ്ങളുടെ അടുത്ത്, വചനം നിങ്ങൾക്ക് സമീപസ്ഥമായിരിക്കുന്നു, ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസ വചനം തന്നെ. പൗലോസ് റോമാലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ. അപ്പൊ എന്ന് പറഞ്ഞത് ഇറ്റ് ഈസ് വെരി നിയർ, അല്ല ഇതൊന്നും അകലെയൊന്നും അല്ല. അതുകൊണ്ടാണ് ക്രിസ്തുവിനെ ആര് പിടിച്ചിറക്കുമെന്ന് ഓർത്ത് ആരാ സ്വർഗത്തിലോട്ട് കയറും, പാതാളത്തിലോട്ട് ആരിറങ്ങിയിട്ട്, ഇതിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ ഇത്രയും വലിയ കാര്യങ്ങളൊന്നുമില്ല. ഇറ്റ് ഈസ് സോ നിയർ, നമ്മുടെ അകത്ത് തന്നെയുണ്ട്. ഒരു ഗ്ലിംസ് ആണ്. ആ ഗ്ലിംസിൽ നിങ്ങൾക്ക് ആ എൻലൈറ്റ്മെന്റ് ഉണ്ടാകട്ടെ. അവനോട് തുല്യം നാമാകാൻ നമ്മെ പോലെ അവനായി, തിരുവിഷ്ടത്താൽ നരനായി, നമ്മെ തൻ പിതൃസുതരാക്കാൻ റൂഹായോട് ബന്ധിച്ചിടുവാൻ. അപ്പൊ അതാണ് പരിശുദ്ധ റൂഹായോട് നമ്മെ ബന്ധിക്കുവാൻ വേണ്ടി ദൈവത്തിന്റെ പുത്രൻ മനുഷ്യനായി നമ്മുടെ ഇടയിൽ പാർത്തു. കൃപയും സത്യവും നിറഞ്ഞവനായി അവൻ നമ്മുടെ ഇടയിൽ പാർത്തു. അവന്റെ നിറവിൽ നിന്ന് നമ്മളെല്ലാം കൃപയ്ക്ക് മേൽ കൃപ പ്രാപിക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. അതാണ് ഇത്, ഈ ട്രൂത്ത്. ആ ട്രൂത്തിലേക്ക് നമ്മൾ എല്ലാവരും വരിക, എല്ലാവരും വെൽക്കം ചെയ്യാണ്. അതുകൊണ്ട് നമ്മളെ എല്ലാവരും ലവ് ചെയ്യാൻ, ലവ് നമ്മുടെ അകത്ത് വരും. നമ്മുടെ അകത്ത് ആ ലവ് വരും. ദാറ്റ്സ് നിങ്ങളുടെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. അതുകൊണ്ട് ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് നമ്മൾ തടസ്സമായി തീരരുത്. ക്രിസ്തുവിന്റെ സുവിശേഷം, അതുപോലെ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ണു തുറന്ന് ചുറ്റും നോക്കുക, ഇതാണ് ദൈവരാജ്യം. എല്ലാരും അതിന്റെ പാർട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതെ, എല്ലാരും അതിന്റെ പാർട്ടാണ്. നിങ്ങൾ ഈ നടന്നുകൊണ്ട് പോകുമ്പോ കാണുമ്പോൾ എല്ലാരും അതിന്റെ പാർട്ടാണ്. നിങ്ങൾ ഓർക്കും അതിന്റെ പാർട്ടല്ലെന്ന്. ഓപ്പോസിറ്റ് ആയിട്ടൊക്കെ ചിലർ പ്രവർത്തിക്കുകയാണെന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷെ അവരൊന്നും ഓപ്പോസിറ്റ് പ്രവർത്തിക്കല്ല. അറിയാതെ ഇതിനുവേണ്ടി പ്രവർത്തിക്കുക. ഇപ്പൊ നമ്മളിപ്പോ ഒരു ഇഞ്ചന്റെ പ്രവർത്തിക്കുന്ന ആകുമ്പോൾ ഇഞ്ചന്റെ എല്ലാ പാർട്സും ഒരേ ദിശയിലല്ല കറങ്ങുന്നത്. ചില പാർട്സ് ഓപ്പോസിറ്റും കറങ്ങുന്നുണ്ട്. പക്ഷെ ആ ഓപ്പോസിറ്റ് കറങ്ങുന്നൂടെ ചേർത്താണ് ഇത്, ടോട്ടാലിറ്റിയിലാണ് ഇഞ്ചൻ വർക്ക് ചെയ്യുന്നത്. മനസ്സിലായി? ഇപ്പൊ നമ്മളിപ്പം വിമാനത്തെ പോകുന്ന സമയത്ത് നമ്മളോടെല്ലാം ബെൽറ്റ് ഇടാൻ പറയും, പക്ഷെ എയർ ഹോസ്റ്റസ് ബെൽറ്റ് ഇടുന്നില്ല. അപ്പൊ നമ്മൾ ആദ്യം എയർ ഹോസ്റ്റസിന്റെ ബെൽറ്റ് ഇടിപ്പിക്കാൻ നോക്കുന്നത്. അവിടെ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നത്. അതെ, ക്യാബിൻ ക്രൂ ഒന്നും ബെൽറ്റ് ഇടാൻ നിൽക്കുന്ന കാണുമ്പോൾ നമ്മൾ ഓർക്കും ഇരിയുടെ അവിടെ നമ്മൾ അവരെ ഇടിക്കാൻ നോക്കുക. അപ്പൊ നീ ബെൽറ്റ് ഇട്ട് എവിടെ ഇരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ.
ബാക്കി കാര്യം അവർ ടേക്ക് കെയർ ചെയ്തോളൂ. അപ്പൊ നമ്മൾ ഈ വിമാനത്തെ കിഴക്കോട്ട് പോകുന്ന വിമാനത്തെ നമ്മൾ കിഴക്കോട്ട് തന്നെ നോക്കിയിരിക്കുകയാണ്. അപ്പം ചില ആളുകൾ പടിഞ്ഞാട്ട് നടന്നു പോവാണ് എന്ന് വെച്ചാൽ അവര് അകന്നു പോകുന്നില്ല. ഇല്ല, എല്ലാവരും അതിന്റെ ഇൻക്ലൂഡഡ്. അപ്പൊ കിങ്ഡം ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ ആ കിങ്ഡം ഓഫ് ഗോഡ് അഡ്വാൻറ്റേജ് ആണ്, അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന് കിങ്ഡം പ്രിൻസിപ്പിൾ എന്ന് പറയും. അതായത് ഇൻഡിവിജ്വൽ ബിലീഫ് എന്നുള്ള ഈ വെസ്റ്റേൺ കോൺസെപ്റ്റ് ആണ് ഈ പ്രശ്നം ഉണ്ടാക്കി. നമുക്ക് ഒറ്റയ്ക്ക് പോയി രക്ഷപ്പെടാന്നുള്ളതാണ്. അപ്പൊ ഇത് കിങ്ഡം ആണ്. കിങ്ഡം എന്ത് ചെയ്തോണ്ടിരിക്കുക? കിങ്ഡം മുന്നോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ കിങ്ഡം, ദൈവത്തിന്റെ രാജ്യം, അത് ഈ ലോകമാണ്. ഈ ലോകത്തെയാണ് ദൈവം സ്നേഹിച്ചത്. അപ്പൊ ഈ ലോകം മുന്നോട്ട് പോവാണ്. ദൈവം സാഹൂത മനുഷ്യവർഗത്തെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യവർഗം തന്നെ ആ പുരോഗതിയിലേക്കും ആ അവയർനെസ്സിലേക്കും കയറുകയാണ്. അതാണ് പ്രായത്തിന്റെ അളവ്, അതാണ് തികഞ്ഞ പുരുഷത്വം. ആ പ്രായത്തിന്റെ അളവും ആ തികഞ്ഞ പുരുഷത്വത്തിലേക്കും ലോകമാണ് മുന്നേറുന്നത്. നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ലോകത്തെ ഹെൽപ്പ് ചെയ്യാനാണ് ചർച്ചിന് ഏജന്റ് ആയിട്ട് വെച്ചത്. ദയനീയമായിട്ട് ചർച്ച് പരാജയപ്പെട്ടു. പക്ഷെ എന്ത് ചെയ്യാം? പക്ഷെ ദൈവം ലോകത്തെ വീണ്ടും എക്വിപ്പ് ചെയ്തുകൊണ്ട്, എൻകറേജ് ചെയ്തുകൊണ്ട് ലോകം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. That's it. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇതാണ് മനസ്സിലാക്കേണ്ട പർപ്പസ് ഓഫ് ചർച്ച്. ഞങ്ങളെ കേൾക്കുന്നതിൽ ഈ പർപ്പസ് ഓഫ് ചർച്ച് മനസ്സിലാക്കിയവരുണ്ടെങ്കിൽ, ആ പർപ്പസിലേക്ക് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ചർച്ചിനെ ആ ഒരു പർപ്പസിലേക്ക് കൊണ്ടുവരിക. പെന്റക്കോസ്റ്റൽ ചർച്ച് ഓർ ആൻ ഓർത്തഡോക്സ് ചർച്ച് ഓർ എ കാത്തലിക് ചർച്ച്, ഏത് വിഭാഗത്തിൽപ്പെട്ട ചർച്ച ആണെങ്കിലും നിങ്ങൾക്ക് ഈ ദൈവത്തിന്റെ പർപ്പസിനോട് ചേർന്ന് പോകാൻ പറ്റും. ദൈവത്തിന്റെ പർപ്പസിനോട് ചേർന്ന് പോകുന്ന സമയത്താണ് ദൈവത്തിന്റെ ആശീർവാദം, ദൈവത്തിന്റെ ആ ഫേവർ അത് നിങ്ങളുടെ മേൽ വെളിപ്പെടുന്നത്. അതുകൊണ്ട് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും നിന്റെ ഇഷ്ടം. അതാണല്ലോ കർത്താവിന്റെ പ്രാർത്ഥന. അപ്പൊ അത് നിങ്ങൾ അതുകൊണ്ട് ഒരിക്കലും ദൈവത്തിന്റെ ഹിതത്തിന് വിപരീതമായ ഒരു ഹിതവുമായിട്ട്, ഒരു അജണ്ടയുമായിട്ട് ചർച്ച എന്ന പേരിൽ ഈ ഭൂമിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു ശല്യമേ ഉള്ളൂ. അത്രേ ഉള്ളൂ, അതിക്കുള്ളൊന്നുമില്ല. അതെ. അപ്പൊ നിങ്ങളുടെ ചർച്ച ഒരു പക്ഷെ ഒരു ശല്യമായിരിക്കും. അതുകൊണ്ട് ഒറിജിനൽ പർപ്പസ് ഫങ്ഷൻ ചെയ്യുവാൻ നിങ്ങളെ ദൈവം സഹായിക്കട്ടെ. നിങ്ങളെ ദൈവം അല്ല സഹായിക്കട്ടെ, ആക്ച്വലി നിങ്ങളെ തന്നെ സഹായിക്കണം. ഹെൽപ്പ് യുവർ സെൽഫ്. അവയർനെസ് കൊണ്ട് വരിക. നമ്മൾ ആ അവയർനെസ് വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ആയിക്കോളും. അതെ. അപ്പൊ നിങ്ങളെല്ലാം ആ അവയർനെസ്സിലേക്ക് വരിക. ഇന്നത്തെ ഈ ചർച്ച ഏതെങ്കിലും തരത്തിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്തതെന്ന് ഞങ്ങൾ കരുതുന്നു. താങ്ക് യു സോജൻ ഫോർ ജോയിനിങ് ഇൻ ദിസ് ലൈവ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഈ സോജൻ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. ഇത് ഹൈദരാബാദിൽ ഒരു കമ്പനി ജോലി ചെയ്യുന്നു. ഇപ്പം 1 month ഒരു ക്ലയന്റ് സർവീസ് ചെയ്യാൻ വേണ്ടി ബഹ്റിനിൽ പോയിരിക്കുകയാണ്. അതുകൊണ്ട് അവരുടെ പൊണ്ടാട്ടിയും പിള്ളകളും ഒന്നും കൂടെ ഇല്ല. ഒറ്റയ്ക്ക് കമ്പനിയിൽ ഇരിക്കുന്നതുകൊണ്ടാണ് ഈ ലൈവിൽ ജോയിൻ ചെയ്യാൻ സമയം കിട്ടിയത്. അല്ലായിരുന്നെങ്കിൽ ഇതൊന്നും പറ്റത്തില്ലായിരുന്നു. അപ്പൊ ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. ബൈ. അപ്പം താങ്ക് യു. സോജൻ നമ്മുടെ കൂടെ ഇന്ന് ലൈവിൽ ജോയിൻ ചെയ്തു. സോജൻ ഒരു ദൈവശാസ്ത്രം ഗൗരവമായി പഠിക്കുന്ന ഒരു സഹോദരനാണ്. അദ്ദേഹം ജനിച്ചത് ഒരു ഹൈന്ദവ കുടുംബത്തിലാണ്. പക്ഷെ കുറെ വർഷങ്ങളായിട്ട് അദ്ദേഹം ക്രിസ്തു വിശ്വാസിയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. മേ ഗോഡ് ബ്ലസ് യു. അപ്പോൾ അവനോട് തുല്യം നാം ആകാൻ നമ്മെ പോലെ അവനായി. ദാറ്റ് ഈസ് ദ ടാഗ്ലൈൻ ഓഫ് ഗോസ്പൽ. മേ ഗോഡ് ബ്ലസ് യു.